മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 14ാമത്തെ ചുരിദാർ ടോപ്പാണ്. ഇതിലുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചുരിദാർ ടോപ്പ് ഫ്രണ്ട് നെക്ക് ഞാൻ കീ ഹോൾ നെക്കാണ് കൊടുക്കുന്നത്. ബാക്കിൽ സ്ക്വയർ നെക്ക്, നോർമൽ സ്ലീവ്. 0 to 1 ഫുൾ ലെങ്ത് 44 ഇഞ്ച്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡറിൽ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനും 1 ഇഞ്ച് അടിവശം മടക്കിയടിക്കാനും, അങ്ങനെ 45.5 ഇഞ്ച് എടുത്തു. 0 to 2 ഷോൾഡർ എനിക്ക് 13 ഇഞ്ച് കിട്ടിയേ. അത് 13 / 2 ചെയ്യുക. അപ്പൊ എനിക്ക് 6.5 കിട്ടി. 6.5 എനിക്ക് ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണോ എന്ന് നോക്കാം. ബാക്ക് നെക്ക് ലെങ്ത് നമുക്ക് കിട്ടിയത് 4 ഇഞ്ചാണ് കിട്ടിയത്. 4 ഇഞ്ച് ആയതുകൊണ്ട് ഷോൾഡർ കിട്ടിയതിന്റെ കൂടെ 1/2 ഇഞ്ച് കുറയ്ക്കണം. പിന്നെ എപ്പോഴും ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് ബാക്ക് നെക്ക് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അതിന്റെ ഫുൾ വീഡിയോ സ്റ്റിച്ചിങ് ക്ലാസ് 1ലും അതുപോലെ സ്റ്റിച്ചിങ് ക്ലാസ് 2ലും അതിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളുടെ 1/2 ഇഞ്ച് കുറച്ച് നമുക്ക് ഷോൾഡർ 6 ഇഞ്ച് കിട്ടി. അടുത്ത് 3 to 4 ചെസ്റ്റ് റൗണ്ട് 31.25 31.25 / 4 ചെയ്യുക. അപ്പൊ ഒരു ആൻസർ കിട്ടും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക, 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ നമുക്ക് 9.4 കിട്ടും. അതിന്റെ ഫുൾ വീഡിയോ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 11ല് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ലൂസ് എത്രയാണോ കൊടുക്കണം ആ സെയിം ലൂസ് തന്നെ വേണം എല്ലാവിടെയും കൊടുക്കാനായിട്ട്. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചിന് പകരം 1.5 ഇഞ്ചോ 2 ഇഞ്ചോ സീം അലവൻസ് കൊടുക്കാവുന്നതാണ്. അടുത്തത് 5 to 6 മിഡ് വേസ്റ്റ് റൗണ്ട്. മിഡ് വേസ്റ്റ് റൗണ്ട് എനിക്ക് 28 ഇഞ്ചാണ് വന്നത്. അത് 12 ഇഞ്ച് ഇറക്കത്തിൽ, അതായത് ഷോൾഡർ മുതൽ മിഡ് വേസ്റ്റ് വരെ എനിക്ക് 12 ഇഞ്ച് ഇറക്കത്തിലാണ് എനിക്ക് 22 ഇഞ്ച് കിട്ടിയത്. 28 ഇഞ്ച് കിട്ടിയത്. 28 / 4 ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. അതിൻ്റെ കൂടെ ലൂസ് 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച് വരെ ലൂസ് കൊടുക്കണവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഇവിടെ 1/2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. എത്രയാണ് ലൂസ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് തന്നെ വേണം എല്ലാവിടെയും കൊടുക്കാനായിട്ട്. അപ്പൊ 7 എനിക്ക് കിട്ടി. അതിനൂടെ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തു, 1 ഇഞ്ച് സീം അലവൻസ്, അങ്ങനെ എനിക്ക് 8.5 ഇഞ്ച് കിട്ടി. 7 to 8 വേസ്റ്റ് റൗണ്ട് 31.5 ഇഞ്ചാണ്. അത് 17 ഇഞ്ച് ഇറക്കത്തില് 31.5 / 4 ചെയ്യാം. അപ്പൊ എനിക്ക് 7.8 കിട്ടി. അതിനൂടെ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തു, 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു, അങ്ങനെ 9.3 ഇഞ്ച് കിട്ടി. അടുത്ത് 9 to 10 ഹിപ്പ് റൗണ്ട് 36 അത് 20 ഇഞ്ച് ഇറക്കത്തില് 36 / 4 ചെയ്യുക. അപ്പൊ എനിക്ക് 9.1 കിട്ടി. അതിന്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്തു, അതുപോലെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തപ്പോ എനിക്ക് 10.6 കിട്ടി. ഇത്രയും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ബ്രസ്റ്റ് റൗണ്ട് ഉണ്ട്, അതുപോലെ വേസ്റ്റ് റൗണ്ട് ഉണ്ട്. ബ്രസ്റ്റ് റൗണ്ട് ചെസ്റ്റിനേക്കാളും കൂടുതലാണ് ബ്രസ്റ്റ് റൗണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അളവും കൂടി ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ വേസ്റ്റ് റൗണ്ട് എടുക്കേണ്ടത് വയറുള്ളവരാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ വേസ്റ്റ് റൗണ്ട് എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ മിഡ് വേസ്റ്റ് റൗണ്ടിന് ഹിപ്പ് റൗണ്ടിലേക്ക് അടയാളപ്പെടുത്തിയാലും മതി. ഹിപ്പ് റൗണ്ടിനേക്കാൾ കൂടുതലാണ് വേസ്റ്റ് റൗണ്ട് എന്നുണ്ടെങ്കിൽ വേസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചെങ്കിലും കുറഞ്ഞത് കൂട്ടി വേണം ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്താനായിട്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. ഞാൻ സെപ്പറേറ്റ് ഞാനത് ചെയ്ത് കാട്ടിത്തരുന്നതായിരിക്കും. അടുത്തത് 11 to 12 3/4 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തി ഇങ്ങനെ ചെരിച്ചു വരയ്ക്കാം. അടുത്ത് 0 to 13 നെക്ക് വെഡ്ത്ത് ആണ്. നെക്ക് വെഡ്ത്ത് നമ്മുടെ ഒരു ഇക്വേഷൻ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് / 12 ചെയ്യുക. അപ്പം ഇവിടെ ചെസ്റ്റ് റൗണ്ട് 31.25 ആണ്. 31.25 / 12 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 2.6 ഇഞ്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെക്ക് വെഡ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇത്ര നെക്ക് വേണം എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് എ ലൈൻ ഫ്രോക്ക് ചെയ്തേക്കുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത് ആം റൗണ്ട് 16 ഇഞ്ചാണ്. അപ്പൊ 16 / 2 എന്ന രീതിയിൽ 8 ഇഞ്ചാണ്. അടുത്ത 13-14 ഫ്രണ്ട് നെക്ക് ലെങ്ത് ഞാൻ 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ. അതിനൂടെ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് എന്തിനാണെന്ന് ഷോൾഡറിൽ തമ്മിൽ കൂട്ടിയടിക്കാനായിട്ട്, അങ്ങനെ 6 ഇഞ്ച്. 13-15 ബാക്ക് നെക്ക് ലെങ്ത് ആണ്, 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് 4.5 ഇഞ്ച്. ഇത്ര മാത്രമാണ് ചുരിദാർ ടോപ്പിലേക്ക് വരുന്നത്. ഇനി സ്ലീവ് ആണ് വരുന്നത്. അടുത്ത് സ്ലീവ് ആണ്. 0 to 1 സ്ലീവ് ലെങ്ത് എനിക്ക് 6 ഇഞ്ചാണ്. അതിലൂടെ 1/2 ഇഞ്ച് ഷോൾഡറും തമ്മിൽ കൂട്ടിയടിക്കാനും 1 ഇഞ്ച് അടിവശം മടക്കി അടിക്കാനാണ്. അപ്പൊ എനിക്ക് 7.5 ഇഞ്ച് എനിക്ക് കിട്ടി.
അടുത്ത് 0 to 2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ ടോപ്പിന്റെ ബാക്ക് പാർട്ടിലെ ആം ഹോൾ കേർവ് എത്രയാണോ എന്ന് അളന്ന് നോക്കാം. അതിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. എനിക്ക് ആം ഹോൾ കേർവ് അളന്നപ്പോൾ 9.1 കിട്ടി. അതിന്റെ 1 ഇഞ്ച് കുറച്ചപ്പോൾ എനിക്ക് 8.1. അതാണ് 0 to 2 അടയാളപ്പെടുത്തിയേക്കുന്നത്. 2 to 3 സ്ലീവ് ഡെപ്ത് ആണ്. സ്ലീവ് ഡെപ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 3 കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ സ്ലീവിന്റെ ഇറക്കം, സ്ലീവ് ലെങ്ത് 6 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഹാഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്. അതോടുകൂടി ഞാൻ 4 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 7 ഹാഫ് സ്ലീവ്, അതുപോലെ തന്നെ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 8 എൽബോ സ്ലീവ്, ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 9 3/4 സ്ലീവ്, ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 10 ഫുൾ സ്ലീവ് എന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതനുസരിച്ച് നിങ്ങൾ അടയാളപ്പെടുത്താം. അടുത്തത് 0 to 4 ഇവിടെ 1 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. 3 to 5 1 ഇഞ്ച് തന്നെ. അടുത്ത് 1 to 6 സ്ലീവ് റൗണ്ട്. നിങ്ങൾ എന്തോരാണ് ഇറക്കെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അളവ് വേണം എടുക്കാനായിട്ട്, റൗണ്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ 9.25 കിട്ടി. 9.25 ഡിവൈഡ് ബൈ 2 ചെയ്ത് അപ്പൊ 4.8 കിട്ടി. അതിലൂടെ 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസ്. നമ്മൾ ബോഡി പാർട്ടിൽ എങ്ങനെയാണ് സീം അലവൻസ് ലൂസും കൊടുത്തേക്കണേ അതനുസരിച്ച് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കണേ. അങ്ങനെ എനിക്ക് 6.3 കിട്ടി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇനി ആം ഹോൾ മാർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 12 ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയുള്ളത് ഡാട്ടാണ്. അതായത് നമ്മള് ടക്ക് അല്ലെങ്കിൽ ഡാട്ട് എന്നൊക്കെ പറയും. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വെച്ചാല് നിങ്ങൾ എവിടെയാണോ ഫ്രണ്ട് പാർട്ടിലാണോ ബാക്ക് പാർട്ടിലാണോ ഡാട്ട് കൊടുക്കണേന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ ബാക്ക് പാർട്ടി മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ പെൻസിൽ കൊണ്ട് എഴുതിയേക്കുന്നത്. അടുത്തത് ഡാട്ട് അല്ലെങ്കിൽ ടക്ക് എന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ബ്രസ്റ്റ് പോയിന്റ് മുതലാണ് ഹിപ്പ് റൗണ്ടിന്റെ തൊട്ട് മുകളിൽ 2 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ടാണ് ഡാട്ട് അടയാളപ്പെടുത്തുന്നത്. ബ്രസ്റ്റ് പോയിന്റ് മുതൽ താഴേക്ക് ഹിപ്പ് റൗണ്ടിന്റെ തൊട്ട് മുകളിൽ 2 ഇഞ്ച് മുകളിൽ വരെയാണ് ഞാൻ ഡാട്ട് അടയാളപ്പെടുത്തുന്നത്. അതിന് വേണ്ടി ഞാൻ മിഡ് വേസ്റ്റ് റൗണ്ടിന്റെ അവിടെ നമുക്ക് കിട്ടിയൊരു ആൻസർ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തു. എനിക്കിവിടെ കിട്ടിയത് മിഡ് വേസ്റ്റ് റൗണ്ട് എനിക്ക് 8.5 ആണ്. അതിനോട് ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്തു 9 ഇഞ്ചാണ് ഞാൻ ബാക്ക് പാർട്ടിൽ അടയാളപ്പെടുത്തുന്നത്. കാരണം ബാക്ക് പാർട്ടിൽ മാത്രമാണ് ടക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിന്റെ അവിടെ ഞാൻ ഒരു 1/4 ഇഞ്ച് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് കിട്ടിയ ആൻസർ 9.3 ആണ്. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് മാത്രം ആഡ് ചെയ്ത് 9.55 എന്ന രീതിയിൽ ബാക്ക് പാർട്ടിലും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതും കൂടാണ്ട് ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിയില് ആം ഹോൾ ഡാട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ആം ഹോൾ ഡാട്ട് മെയിൻ ആയിട്ട് അടയാളപ്പെടുത്തുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് നമ്മളുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് തുണി ഇങ്ങനെ പൊന്തി കിടക്കും അല്ലെങ്കിൽ മടക്കി കിടക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ എക്സ്ട്രാ ഒരു ഡാട്ടും കൂടി ഇവിടെ കൊടുക്കുന്നത്. അത് ആ ഡാട്ട് ഫ്രണ്ടിൽ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. അതിന് വേണ്ടിയാണ് ഞാനിപ്പോ കിട്ടിയ ചെസ്റ്റ് റൗണ്ടിൽ എനിക്ക് എത്രയാണ് കിട്ടി അതിലൂടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യും. ഇപ്പൊ എനിക്ക് 9.4 കിട്ടിയെന്ന്. അതിലൂടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിപ്പിക്കും 9.9. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ചെയ്യണതിൽ ഞാൻ കൊടുക്കുന്നത് ഫ്രണ്ട് പാർട്ടില് ഞാനിപ്പോ ആം ഹോൾ ഡാട്ടും ബാക്ക് പാർട്ടിലും ഞാൻ ഇവിടെ ഫിഷ് ഡാട്ടും ആണ് കൊടുക്കുന്നത്. ഇനി ഡാട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണെങ്കിലും നമ്മൾ ഫിഷ് ഡാട്ട് ആണെങ്കിലും ബ്രസ്റ്റ് പോയിന്റ് ബോഡിയിൽ നിന്നാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 ബ്രസ്റ്റ് പോയിന്റിൽ നമ്മളുടെ ഗ്യാപ്പ് എത്രയാണെന്ന് നോക്കാം. അത് ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ ഇവിടെ നിന്നും അടയാളപ്പെടുത്താം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഡാട്ടിനൊരു ഇക്വേഷൻ ആണ് ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡ് ബൈ 10 ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് എനിക്ക് കിട്ടിയേക്കുന്നത് 31.25 31.25 ബൈ 10 ചെയ്തപ്പോഴേക്ക് 3.17. അങ്ങനെയാണ് ഞാൻ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 3.17 അടയാളപ്പെടുത്തിയിട്ടാണ് ഞാനിവിടെ ഡാട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലിയർ ആവണില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ സെപ്പറേറ്റ് നിങ്ങൾ പറയുന്ന ഭാഗങ്ങൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ ഞാനത് എടുത്ത് കാട്ടിത്തരാം. നമുക്കിപ്പോൾ ഒരു തുണി കിട്ടി കഴിഞ്ഞാൽ ആ തുണിയുടെ ഡിസൈൻ നോക്കി നമുക്ക് 2 രീതിയിൽ നമുക്ക് തുണി മടക്കാം.
ഒന്നിങ്ങി ഇത് തുണിയാന്ന് വിചാരിക്കുക. ഒന്നിങ്ങി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആദ്യം മടക്കുക, അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴേക്ക് മടക്കാം. അപ്പൊ ഇവിടെ മടക്ക് വരും, ഇവിടെ മടക്ക് വരും. ഇവിടെയാണ് നമ്മൾ നെക്കൊക്കെ അടയാളപ്പെടുത്തുന്നത്. ഇതൊരു മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്ന. തുണി ഇങ്ങനെയാണെങ്കിൽ ആദ്യം ഇങ്ങോട്ട് മടക്കി, അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴേക്ക് മടക്കി. ഇവിടെ ഈ സെന്റർ ഭാഗത്താണ് നെക്ക് അടയാളപ്പെടുത്തുന്നത്. ഇവിടെയും ഫോൾഡ് ആയിരിക്കും, ഇവിടെ ഫോൾഡ് ആയിരിക്കും. ഇതൊന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെയല്ല മടക്കി, അതിന് പകരം ഈ തുണിയെ നമ്മൾ ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആദ്യം ഒരു മടക്ക് മടക്കി, എന്നിട്ട് ഇവിടുന്ന് ഒന്നും കൂടി മടക്കി. അപ്പൊ ഈ ഭാഗം ഫുള്ളായിട്ട് ഫോൾഡ് ആയിരിക്കും. ഈ ഭാഗത്ത് ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ഫോൾഡ് ആയിട്ട് വരും. ആം ഹോളൊക്കെ വരയ്ക്കാനായിട്ട് ഈ ഭാഗം വേണം, ഈ ഫുള്ളായിട്ട് ഫോൾഡ് ആയിട്ടിരിക്കുന്ന ഭാഗത്ത് വേണം നമ്മൾ നെക്ക് അടയാളപ്പെടുത്താൻ. ഒന്നുകൂടി പറയാണ്, ഇങ്ങനെയാണ് ഒരു തുണി എന്ന് വിചാരിക്കുന്ന. ആദ്യം രണ്ടാക്കി മടക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് ഈ ഭാഗം കണ്ടില്ലേ, ഇവിടെ നമ്മൾക്ക് സെന്റർ ആയിട്ട് എടുത്തുകൊണ്ട് ഇവിടെ നെക്ക് അടയാളപ്പെടുത്താം, ഇവിടെ ആംഹോൾ അടയാളപ്പെടുത്താം. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് തുണി മടക്കാവുന്നത്. നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിപ്പോ ചുരിദാറില് നമ്മള് നെക്ക്, ഫ്രണ്ട് നെക്ക് കീ ഹോൾ നെക്കും ബാക്ക് നെക്ക് സ്ക്വയർ നെക്കും ആയിട്ടും പിന്നെ നോർമൽ സ്ലീവും ആണ് നമ്മൾ ഈ ചുരിദാറിൽ ചെയ്യുന്നത്. 0 to 1 നമുക്ക് ഫുൾ ലെങ്ത് കിട്ടിയത് 45 ഇതിപ്പോ എന്തോരം ഉണ്ടെന്ന് നോക്കാണ്. ഞാനിപ്പോ തുണിയെ ഇങ്ങനെ 4 മടക്കി. ഇവിടെ ഫോൾഡ് ആണ്, ഇവിടെ ഫോൾഡ് ആണ്. കണ്ടില്ല, നേരത്തെ കാട്ടിയൊന്നുമില്ല, ആദ്യം കാട്ടിയിരുന്ന മെത്തേഡിലാണ് ഇപ്പൊ തുണി മടക്കി വെക്കുന്നത്. നമുക്ക് മൊത്തം ആവശ്യമുള്ളത് 45 താഴ്ഭാഗത്തുനിന്ന് ഞാൻ 45 എവിടെയാ വരുന്നതെന്ന് വെച്ചാൽ അവിടെ അടയാളപ്പെടുത്താണ്. അതിന് മുൻപായിട്ട് അടിഭാഗം നമ്മളിപ്പോ സ്ട്രെയിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം വരയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് താഴ്ഭാഗത്തുനിന്ന് ഞാൻ 45 അടയാളപ്പെടുത്താണ്. ഇവിടെയാണ് 45 എനിക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ 45 ഇങ്ങനെ അടയാളപ്പെടുത്തി. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ തുണി ഒട്ടും വേസ്റ്റ് ആയിട്ട് പോവാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ സാധാ മോഡൽ ചുരിദാറാണല്ലോ, നമ്മൾ നോർമൽ ചുരിദാറാണല്ലോ തയ്ക്കണേ. അപ്പൊ അതിന്റെ അടിവശം 1 to 11 നമ്മൾ എത്രയാണോ കൊടുത്തേക്കണേ നോക്കാം. 11.1 11.1 വേണം നമ്മൾ ഫ്രണ്ടില് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് എടുക്കാനായിട്ട്. ഇത് എനിക്കിപ്പോ മൊത്തം വന്നേക്കുന്നത് 17 വന്നിട്ടുണ്ട്. ഞാൻ അപ്പൊ എന്ത് ചെയ്യും, ഈ തുണിയെ ഞാൻ ഒന്നും കൂടി ഒതുക്കി മടക്കാണ്. എനിക്ക് ആവശ്യം 17.1 പിന്നെ ഒരു 12 എടുത്തെന്ന് വിചാരിക്കും. 12 ഇഞ്ച് എന്ന രീതിയിൽ ഇവിടുന്ന്, അതായത് ഈ ഭാഗത്തുനിന്ന് 12 ഇഞ്ച് എവിടെ വരണം നോക്കിയേ, ഇവിടെയാണ് വരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ കാട്ടിത്തരാം. ഇവിടെയും 12 വരുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗം സെന്റർ ആക്കി മടക്കത്തക്ക രീതിയിലാണ് ഞാൻ മടക്കുന്നത്. ഞാൻ ഇതിപ്പോ ഒന്നുകൂടി ഒതുക്കി മടക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടുത്തെ കാട്ടിത്തരാം. കേട്ടാ, ഈ കറക്റ്റ് 12 ഇഞ്ചിലാണ് ഞാൻ മടക്കിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. നമുക്ക് ചുരിദാറിന്റെ അടിഭാഗത്താണല്ലോ നമ്മളിപ്പോ കൊടുത്തേക്കണില്ലേ ഏറ്റവും വീതി കൂടിയ ഭാഗം, നമുക്ക് അടിഭാഗം വരണം. അപ്പൊ എത്ര വന്നിട്ടുണ്ട്? 11.1 അപ്പൊ ഞാൻ 11, അതായത് ഫ്രണ്ടില് ഇതാണ് ഇപ്പൊ തുണി എന്ന് വിചാരിക്കാം. ഈ തുണിയെ ഞാൻ ആദ്യം ഇങ്ങനെ മടക്കി, എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് മടക്കി. എനിക്ക് ഈ ഭാഗമാണ് എനിക്ക് 11.1 വേണ്ടത്. ഇവിടെ 11.1 എനിക്ക് വേണ്ടത്. ഞാൻ ഇങ്ങനെ മടക്കിയേക്കണ കാരണം ഇതൊരു 18 ഇഞ്ച് ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ അടയാളപ്പെടുത്തി വരുമ്പോ ബാക്കിയുള്ളത് വേസ്റ്റ് ആയി പോവില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ ഇങ്ങറ്റത്തുനിന്ന് ഇവിടേക്ക് 11.1 എവിടെ വരണേന്ന് നോക്കി. പിന്നെ ഏകദേശം ഈ ഭാഗത്താണ് എനിക്ക് അളന്ന് നോക്കിയപ്പോ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, ഈ തുണിയെ ആദ്യം ഈ 11.1 എവിടെയാണോ വരണേ ആ അളവിലേക്ക് ഇങ്ങനെ ഞാൻ മടക്കി. കണ്ട, അളവിലേക്ക് ഞാൻ ഇങ്ങനെ മടക്കി. ഞാൻ 11.1 പകരം ഒരു 12 ഇഞ്ച് എടുത്തു എന്നുള്ളൂ. മടക്കിയിട്ട് അതിനെ വീണ്ടും മടക്കി. കണ്ട, അപ്പൊ ഇത്ര ഭാഗം മാത്രമേ എനിക്ക് തുണി ആവശ്യം വരുന്നുള്ളൂ. ബാക്കി ഇത്രയും ഭാഗം എനിക്ക് ആവശ്യമില്ലാത്തതാണ്. എനിക്കത് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം. നമ്മൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ആർക്കെങ്കിലും ഒരു ടോപ്പായിട്ടോ സ്കേർട്ടായിട്ടോ വേണമെങ്കിൽ ഇത്രയും ഭാഗം നമുക്ക് ഉപയോഗിക്കാം. കണ്ട, ഇത് മൊത്തത്തിൽ ഇത്രയും ഭാഗം നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് മടക്കണേ എന്നുണ്ടെങ്കിൽ. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു.
നമുക്ക് ഇനി ഇത് അടയാളപ്പെടുത്താം. താഴ്ഭാഗം ആദ്യം തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. താഴ്ഭാഗം ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. അടിവശത്ത് നിന്ന് മേലോട്ടാണ് അളവെടുക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോൾഡ് ആയതുകൊണ്ട് നമുക്കിവിടെ ബാലൻസ് വല്ല തുണി ഉണ്ടെങ്കിൽ നമുക്കത് എന്തിനെങ്കിലും ബ്ലൗസിനായാലും ബ്ലൗസിന് പട്ട വെക്കാനും എന്തിനെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറെ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്കിവിടെ ബാലൻസ് തുണി ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ 2 പീസായിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ജോയിൻ ചെയ്ത് വരുമ്പോൾ നമുക്കൊന്നും തികയാണ്ട് വരും. ഇതിപ്പോ ഒന്നില്ലെങ്കിൽ ചെറിയ സ്ലീവ് ആണെങ്കിൽ അതിനായാലും നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ താഴേന്ന് വേണം അളക്കാൻ. താഴേന്ന് ഇപ്പൊ എനിക്കിപ്പോ ഫുൾ ലെങ്ത് വന്നേക്കുന്നത് 45 ആണ്. 45 അടയാളപ്പെടുത്തി. പിന്നെ ഷോൾഡർ എനിക്ക് 6. ഞാൻ പറഞ്ഞല്ലോ ഷോൾഡർ എപ്പോഴും ബാക്കിലെ ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്താണെന്നുള്ളത്. ബാക്ക് ലെങ്ത് ഞാനിവിടെ കൊടുത്തേക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ആയതുകൊണ്ട് കിട്ടിയ ഷോൾഡറിൻ്റെ കൂടെ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് എനിക്കിവിടെ 6 ഇഞ്ച് കിട്ടിയത്. അതിന്റെ ഫുൾ ഡീറ്റെയിലുകൾ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 1-ലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ക്ലാസ് 2-ലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്താണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്തി. മനസ്സിലായില്ലേ? ഇനി അത് കഴിഞ്ഞ് ആം ഹോൾ എത്രയാന്ന് എനിക്കറിയില്ല. അപ്പൊ അതിന് പകരം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ച് തന്നെ ആം ഹോളായിട്ട് ഞാൻ അടയാളപ്പെടുത്താണ്. ഞാൻ എന്തെങ്കിലും ഓരോ വീഡിയോയിലും എടുത്തെടുത്ത് കാണിക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണേ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഞാൻ ഒറ്റയടിക്ക് ഇത്രയാണ് ആം ഹോൾ ലെങ്ത് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതെങ്ങനെ കിട്ടി എന്നൊരു ഡൗട്ട് വരും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അത് എൽ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വരച്ചേക്കണ വരയിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കണേ എന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ചെയ്യാണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടുന്ന് എനിക്കിവിടെ 6 ഇഞ്ച് തന്നെ എനിക്കിവിടെ കിട്ടി. ഇവിടെയും എനിക്ക് 6 ഇഞ്ച് തന്നെ കിട്ടിയപ്പോൾ ചെരിവൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ സ്കെയിലൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൽ സ്കെയിൽ വാങ്ങുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോ വാങ്ങിച്ചതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ച എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തായി, ഇവിടെ നമ്മള് 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെ 6 ഇഞ്ച് അടയാളപ്പെടുത്തി ഇല്ലേ? അപ്പൊ എന്തായി, ഷോൾഡർ നമ്മൾ എത്ര അടയാളപ്പെടുത്തി? 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ആം ഹോള് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കാണ്. നമുക്ക് ചിലപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടാം, ചിലപ്പോൾ ഇത് ചേഞ്ച് വരുത്തേണ്ടി വരും. ഇതെങ്ങനെയാന്നുള്ളത് പറയാം. ഇനി നമുക്ക് അടുത്ത് ചെസ്റ്റ് റൗണ്ട് 3 to 4 അടയാളപ്പെടുത്താണ്. 3 to 4 ബോർഡിൽ നിന്ന് അടുത്തെടുത്തേക്കണ അളവ് പ്രകാരം എനിക്ക് 7.9 കിട്ടിയേക്കണേ. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, 7.9 അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് എന്താണ്, 1/2 ഇഞ്ച് ലൂസ്. ഈ ലൂസ് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് തന്നെ കൊടുക്കണം നിർബന്ധമില്ല. 3/4 ഇഞ്ച് 1 ഇഞ്ച് വരെ ലൂസ് കൊടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് 1 ഇഞ്ച് സീം അലവൻസ്. ഇത്രയും ഞാൻ കൊടുത്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആം ഹോൾ ലെങ്ത് ഉണ്ടല്ലോ, എത്രയാണോ കൊടുത്തേ അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇതാണ് അതിന്റെ മിഡ് പോയിന്റ് വരുന്നത്. ഇനി ഒരു കാര്യം, നമ്മളിപ്പോ ബാക്ക് നെക്ക്, നമ്മളിപ്പോ നെക്ക് വെടുത്ത് നമ്മളിപ്പോ ഒതുങ്ങിയ നെക്കാണ്, ഇക്വേഷൻ വഴിയാണ് നമ്മൾ നെക്ക് വെടുത്ത് കണ്ടുപിടിക്കുന്നത്. അതായത് ഒതുങ്ങിയ നെക്കാ വരുന്നത്. ഒതുങ്ങിയ നെക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ബാക്ക് നെക്ക് ലെങ്ത് ഒരു 3 ഇഞ്ച് വരെ ആണെങ്കിൽ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ 1/2 ഇഞ്ച് കൊടുക്കണം. 4 അല്ലെങ്കിൽ 5 ഇഞ്ചും ആണ് ബാക്ക് ലെങ്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ച് കൊടുക്കണം. അതിന് മേലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം എന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് പറയാം. ബാക്ക് നെക്ക് ലെങ്ത്, അത് ബാക്കിലെ കഴുത്തിറക്കം നമ്മൾ ഒരു 3 ഇഞ്ച് വരെയാണ് കഴുത്തിറക്കം കൊടുക്കണേ എന്നുണ്ടെങ്കിൽ, അത് ഒതുങ്ങിയ കഴുത്തിനാണ് എന്നുണ്ടെങ്കിൽ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുക്കണം. ഇനി 4 5 ആണ് നമ്മൾ ബാക്കിലെ കഴുത്തിറക്കം കൊടുക്കണമെങ്കിൽ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ 1/4 ഇഞ്ച് കൊടുക്കണം. ഇതിപ്പോ ഞാൻ തൊട്ട് മുൻപത്തെ എ ലൈൻ ഫ്രോക്കില് എ ലൈൻ കുർത്തിയിൽ എനിക്ക് അതിന്റെ ആവശ്യം വന്നിരുന്നില്ല. കാരണം ഞാൻ വൈഡ് നെക്കാണ് കൊടുത്തത്. ഇത് ഞാൻ ഇക്വേഷൻ വഴി കണ്ടുപിടിച്ചിട്ടുള്ള നെക്കാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതായത് ഒതുങ്ങിയ നെക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഷോൾഡർ സ്ലോപ്പ് വേണം. ഞാൻ ഇവിടെ ബാക്ക് നെക്ക് ലെങ്ത് 4 ഇഞ്ചാണ് കൊടുക്കണേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഷോൾഡർ സ്ലോപ്പ് എനിക്ക് എത്ര വരും, ഒരു 1/4 ഇഞ്ചോളം എനിക്ക് ഷോൾഡർ സ്ലോപ്പ് ഇവിടെ വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ചോളം എനിക്ക് ഷോൾഡർ സ്ലോപ്പ് വരും. അത് കഴിഞ്ഞ് 1/2 ഇഞ്ച് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള അളവും വരും. മനസ്സിലായില്ലേ?
ഇനി നമുക്ക് ബോർഡിൽ നിന്ന് എടുത്തേക്കണ ആദ്യത്തെ അളവും ഈ മിഡ് പോയിന്റും കൂട്ടിമുട്ടത്തക്ക രീതിയിൽ നമുക്ക് കേറ് വരയ്ക്കാം. ഈ കേറ് വരയ്ക്കുമ്പോൾ ഈ ഫ്രഞ്ച് കേർവിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മളുടെ ഈ വരച്ചേക്കണ വരയുമ്പോൾ കൂട്ടിമുട്ടത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് കേറ് വരച്ചെടുക്കാൻ. ഫ്രഞ്ച് കേർവ് ഉണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കുന്നതാണ് എന്തുകൊണ്ട് എളുപ്പം. ഇങ്ങനെ വരച്ചു, അതായത് ഈ പോയിന്റ് ഇത് മേലേന്ന് താഴേക്ക് ഇങ്ങനെ വന്ന് ഈ പോയിന്റ് ഈ ബോർഡിൽ നിന്ന് എടുത്തേണ്ട അളവിലേക്ക് ടച്ച് ചെയ്തിട്ട് വേണം ഇങ്ങനെ പോകാനായിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫ്രഞ്ച് കർവ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ബോർഡിൽ നിന്ന് എടുത്തേക്കണ ഈ അളവ്, അതായത് 7.9 എന്നുള്ള അളവും അത് കഴിഞ്ഞിട്ടുള്ള ലൂസ് ഇല്ലേ, ലൂസ് വരെയുള്ള അളവ്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള അളവ് എത്രയാണ് എന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. ഇതിപ്പോ ഏകദേശം എനിക്കിപ്പോ 2.4 കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കിട്ടി. അപ്പൊ അതിന്റെ നേർപകുതി എത്രയാന്ന് നോക്കാം. 2.4 കഴിഞ്ഞിട്ടുള്ള പോയിന്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1.1 അല്ലെങ്കിൽ 1.2 എന്ന രീതിയിൽ വരും. ആ കിട്ടുന്ന പോയിന്റ് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഈ കോർണറിൽ നിന്ന് നമ്മളിങ്ങനെ ചെരിച്ച് ഇങ്ങനെ വെക്കുക. കണ്ടാ, ചെരിച്ച് വെച്ച് ആ പോയിന്റിലേക്ക് അടയാളപ്പെടുത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ തന്നെയാണ് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫ്രഞ്ച് കർവ് ഇല്ലാത്തവരാണെങ്കിൽ ഈ പോയിന്റിൽ ഈ കോർണറിൽ നിന്ന് നമ്മൾ ലൂസ് വരെയുള്ള ഭാഗം ഉണ്ടല്ലോ, അതുവരെ എത്രയാണോ എന്ന് അളന്ന് നോക്കാം. അതിന്റെ നേർപകുതി കാണാം. അതിന്റെ നേർപകുതി കണ്ടിട്ട് അത് ഈ കോർണറിന് ഇങ്ങോട്ടേക്ക് ചെരിച്ച് വെക്കുക. ചെരിച്ച് വെച്ച് കിട്ടുന്ന ആ പോയിന്റ് അപ്പൊ അത് ഈ പോയിന്റും ഈ മിഡ് പോയിന്റും തമ്മിൽ കൂട്ടി വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുന്നതും ഫ്രഞ്ച് കർവ് വെച്ച് വരയ്ക്കുന്നതും നമുക്ക് ഒരേ പോയിന്റ് തന്നെയാണ് കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വരച്ചേക്കുന്നത് ഞാൻ ബാക്കിലത്തെ ആം ഹോളാണ് ഇപ്പൊ വരച്ചേക്കുന്നത്. ആം റൗണ്ട് എനിക്ക് വേണ്ടത് 8 ആണ്. അപ്പൊ ഞാനിത് അളന്ന് നോക്കാണ് എനിക്ക് 8 ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ അളന്ന് നോക്കുമ്പോ ഈ ഷോൾഡർ സ്ലോപ്പും ഷോൾഡറും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള അളവും വിട്ടിട്ട് ഇങ്ങനെ അളന്ന് നോക്കാം 8 ഉണ്ടോ എന്നുള്ളത്. അളന്ന് നോക്കിയപ്പോ എനിക്കിത് ഏകദേശം 6.25 ഉള്ളൂ. എനിക്ക് 8 ഇല്ല. 8 കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഏകദേശം ഒരു 1/4 ഇഞ്ചോളം ഞാൻ താഴേക്ക് 1 ഇഞ്ചോളം ഞാൻ താഴേക്ക് ഇറക്കി വരയ്ക്കാണ്. പറഞ്ഞത് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്നോട് പറയുക. ഇല്ലെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിലുകള് ഞാൻ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 12 അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആം ഹോൾ മാർക്ക് എങ്ങനെ അടയാളപ്പെടുത്താം എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഇവിടെ വേണ്ട എത്രയാണ്, 8 ഇഞ്ചാണ് എനിക്ക് ആവശ്യം. ഞാൻ അളന്നപ്പോ എനിക്ക് 6.25 ഉള്ളൂ. അപ്പൊ ഞാൻ ഏകദേശം 1 ഇഞ്ചോളം താഴേക്ക് ഇറക്കി ഞാനിപ്പോ വരയ്ക്കാണ്. 1 ഇഞ്ചോളം താഴേക്ക് ഇറക്കിയിട്ട് ഞാൻ വരച്ചിട്ട് ഞാൻ ഇത് വീണ്ടും ഈ അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഒന്നുകൂടി അടയാളപ്പെടുത്താണ്. വീണ്ടും ഞാനിത് മാച്ചു വീണ്ടും ഞാനിത് 1 ഇഞ്ചോളം താഴേക്ക് ഇറക്കി. നേരത്തെ ചെയ്ത പോലെ തന്നെ മൊത്തം 7 ഇഞ്ചോളം ഉണ്ട്. ഞാനിത് അതിന്റെ നേർപകുതി കണ്ട് പകുതി അടയാളപ്പെടുത്തി, സെന്റർ മിഡ് പോയിന്റ് അടയാളപ്പെടുത്തി. ഇവിടെ നിങ്ങളുടെ എത്ര വേണ്ടേ, 7.9 ആണ്. ഞാൻ 7.9 അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ എത്രയാണ്, ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ 1 ഇഞ്ച് സീം അലവൻസ്. ഇത് ബോർഡിന് എടുത്ത അളവാണ് 7.9. അത് 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് സീം അലവൻസ് അടയാളപ്പെടുത്തി. എന്നിട്ട് ഫ്രഞ്ച് കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോർഡിന് നിർത്താൻ അളവുണ്ടല്ലോ 7.9, ആ പോയിന്റും ഇതിന്റെ മിഡ് പോയിന്റും തമ്മിൽ കൂട്ടി ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഈ ഫ്രഞ്ച് കർവിന്റെ ഈ ഭാഗം നമ്മൾ ഈ വരച്ചേക്കണ ഈ വരയുമേ മുട്ടിച്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഇത് അടയാളപ്പെടുത്താനായിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ അടയാളപ്പെടുത്താം. കണ്ടില്ലേ? ഇനി ഫ്രഞ്ച് കർവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പോയിന്റിൽ നിന്ന് ലൂസ് വരെയുള്ള ഭാഗം ഉണ്ടല്ലോ, ഇവിടത്തോളം വരെയുള്ള ഭാഗം, അത് തമ്മിലുള്ള എന്തോരാണെന്ന് നോക്കാം. അതിന്റെ നേർപകുതി കണ്ടുപിടിക്കാം. അതിന്റെ നേർപകുതി കണ്ടുപിടിച്ചിട്ട് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെച്ച് അടയാളപ്പെടുത്താം. കണ്ടാ, ആ അടയാളപ്പെടുത്തിയേക്കുന്നതും ഈ വരച്ചേക്കുന്നതും സെയിം
ഇതിൽ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മിഡ് പോയിന്റും ബോർഡിൽ നിന്ന് എടുത്തേക്കണ പോയിന്റും ഈ വരച്ചേക്കണ പോയിന്റും കൂടി മൂന്നും ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ആം റൗണ്ട് എത്രയാണ് ആവശ്യം? 8 ഇഞ്ചല്ല ആവശ്യം. അതുണ്ടോ നോക്കാം. അതുണ്ടോ നോക്കും എങ്ങനെയാണ്? ഷോൾഡർ സ്ലോപ്പും ഷോൾഡറും കൂട്ടിയടിക്കാനുള്ള അളവ് മൊത്തം 1/4 ഇഞ്ച് 1/2 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഈ അടയാളപ്പെടുത്തിയേക്കുന്നതിൽ കൂടി ഇങ്ങനെ വെച്ച് നമ്മൾ നോക്കാണ്. നമുക്ക് എവിടത്തോളം വരെ നോക്കണം? ഈ ലൂസ് വരെയുള്ള ഭാഗം അവിടത്തോളം വരെ നമ്മൾ നോക്കാണ് 8 ഇഞ്ച് ഉണ്ടോന്ന്. ചെസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി അടുത്തത് ബ്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രസ്റ്റിന്റെ അളവ്, ബ്രസ്റ്റ് ലെങ്ത് എടുക്കാം. അത് എടുക്കണമെന്ന് നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള ഈ വരച്ചേക്കണമെന്നുണ്ടല്ലോ, ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരയ്ക്കാം. ഞാനിവിടെ ഷോൾഡർ 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. എനിക്കിടെ ആം ഹോൾ ലെങ്ത് എനിക്ക് വന്നത് 7.25 ഇഞ്ചോളം എനിക്ക് ആം ഹോൾ ലെങ്ത് എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഷോൾഡർ നമുക്ക് ആം ഹോൾ ലെങ്ത് എത്രയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഷോൾഡറിന്റെ അളവ് തന്നെ നമ്മൾ ഇങ്ങനെ എടുത്ത് വരയ്ക്കുകയാണ്. വരച്ചിട്ട് നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പും ഷോൾഡർ നമ്മൾ കൂട്ടിയടിക്കാൻ 1/2 ഇഞ്ചും വിട്ടിട്ട് നമ്മൾ ആം റൗണ്ട് അളന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഈ വര മേലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ നമ്മൾ കയറ്റിയോ ഇറക്കിയോ വരച്ച് വേണം അടയാളപ്പെടുത്താനായിട്ട്. ഞാനീ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെസ്റ്റിനേക്കാളും കൂടുതൽ ബ്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് എടുക്കണം, എന്നിട്ട് അടയാളപ്പെടുത്തണം. അങ്ങനെ ചെയ്യണതിന് മുൻപ് നമ്മൾ ഷോൾഡർ നമ്മൾ കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു അളവ് ഉണ്ടല്ലോ, അടയാളപ്പെടുത്തിയിട്ടില്ല, അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മളിപ്പോൾ ബ്രസ്റ്റ് പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ അത്രയും വരെ അളവെടുക്കുക, അതിൻ്റെ ബ്രസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കുക, അത് അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് മിഡ് വേസ്റ്റ് റൗണ്ട് ആണ്. മിഡ് വേസ്റ്റ് റൗണ്ട് എനിക്ക് വരുന്നത് 12-28 ഇഞ്ചാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് 12 ഇഞ്ച് എവിടെ വരണമെന്ന് നോക്കാണ്. ഇവിടുന്ന് 12 ഇഞ്ച് വരുന്നത് ഈ ഭാഗത്താണ്. അവിടെ എനിക്ക് അടയാളപ്പെടുത്തേണ്ടത് ബോർഡിൽ നിന്ന് എത്തുന്ന അളവ് 7 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പൊ ബോർഡിൽ നിന്ന് എടുത്തേണ്ട അളവ് ഞാൻ ആദ്യം അടയാളപ്പെടുത്താണ് 7 ഇഞ്ച്. ഞാൻ ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തി, 1/2 ഇഞ്ച് ലൂസ്, അത് കഴിഞ്ഞ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് വേസ്റ്റ് റൗണ്ട്. വേസ്റ്റ് റൗണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ വയർ ഉള്ളവർക്ക് മാത്രമേ വേസ്റ്റ് റൗണ്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ നേരെ ഹിപ്പ് റൗണ്ട് എടുത്താൽ മതി. വയറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് ലെങ്ത് എടുക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ഈ വരയിൽ ഇവിടെ വെച്ചിട്ട് വേസ്റ്റ് ലെങ്ത് എനിക്ക് വരുന്നത് 17 ഇഞ്ചാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 17 ഇഞ്ച് എവിടെ വരണം എന്ന് നോക്കാം. അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താം 17 ഇഞ്ച്. വേണമെങ്കിൽ സ്കെയിൽ കൊണ്ട് ചെറിയൊരു വര ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എനിക്ക് അവിടെ വേസ്റ്റ് റൗണ്ട് എനിക്ക് വന്ന ബോർഡിൽ നിന്ന് എടുത്ത അളവ് പ്രകാരം 7.8 ആണ് എനിക്ക് വന്നേക്കുന്നത്. അപ്പൊ ബോർഡിൽ നിന്ന് എടുത്ത അളവ് പ്രകാരം എനിക്ക് വന്നത് 7.8 ആണ്. ഞാൻ ഇവിടെ നിന്ന് 7.8 അടയാളപ്പെടുത്തി, അത് കഴിഞ്ഞ് 1/2 ഇഞ്ച് ലൂസ് അടയാളപ്പെടുത്തി, 1 ഇഞ്ച് സീം അലവൻസ് അടയാളപ്പെടുത്തി. അടുത്തത് ഹിപ്പ് റൗണ്ട് 20-36 ആണ്. ഷോൾഡറിന്റെ ഇവിടെ നിന്ന് നേരെ താഴേക്ക് 20. ഹിപ്പ് നമ്മളെ ഹിപ്പ് റൗണ്ടിന്റെ അവിടെയാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത്. ചിലവരത് 18 ഇഞ്ച് മുതൽ 20 ഇഞ്ച് വരെയുള്ള ആ ഒരു ഗ്യാപ്പിലാണ്, 18, 19, 20 ഇഞ്ച് എന്ന രീതിയിൽ ആ ഒരു ഇതിലാണ് സ്ലിറ്റിന്റെ അളവ് കൊടുക്കാറ്. ഞാനിപ്പോ ഇവിടെ 20 കൊടുത്തേക്കണെങ്കിലും ഞാൻ ഇപ്പൊ 19 ഇഞ്ചിൽ ഞാനിപ്പോ ഇവിടെ അടയാളപ്പെടുത്താണ്. 19 ഇഞ്ച് അടയാളപ്പെടുത്തി. അവിടെ എനിക്ക് ഹിപ്പ് റൗണ്ട് വരുന്നത് 10.6. ബോർഡിൽ നിന്ന് എടുത്ത അളവ് പ്രകാരം 9.1. ഈ 9.1 അടയാളപ്പെടുത്താം. 9.1 പറയുമ്പോൾ 9 എടുത്താലും മതി. 9.1 അടയാളപ്പെടുത്താം. 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് സീം അലവൻസ്. കണ്ടില്ലേ? ഇത്രയും ഞാൻ അടയാളപ്പെടുത്തി. ഇനി ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള്
ഹിപ്പ് റൗണ്ടിന്റെ അവിടെ നിന്ന് നമ്മൾ ഈ എടുത്തേക്കണ അളവിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ താഴേക്ക് നമുക്കിങ്ങനെ അടയാളപ്പെടുത്താം. ഇല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നമ്മളിവിടെ 10.6 കൊടുത്തേക്കണേ, അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചെങ്കിലും ലൂസ് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ താഴെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് 11.1 കിട്ടും. ഞാനൊരു 11.1 അല്ലെങ്കിൽ 11.4 അല്ലെങ്കിൽ 11 ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ആ ഒരു രീതിയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി. മനസ്സിലായില്ലേ? അപ്പൊ ഈ കിട്ടിയ അളവിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയാണ് ഞാൻ താഴേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയേക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു കേർവ് മാത്രമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. കണ്ടാ, ഇങ്ങനെ ചെറിയൊരു കേർവ് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് അടിഭാഗത്താണ്. അടിഭാഗത്ത് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അളക്കാം. അതിന്റെ നേർപകുതി കാണാം. പകുതി എവിടെയാന്ന് വെച്ചാൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് 11-12 ഉണ്ടല്ലോ, 11-12 നമ്മളൊരു 1/4 ഇഞ്ച് കൊടുത്തേക്കണം. 1/2 ഇഞ്ച് മുതൽ 1/4 ഇഞ്ച് വരെ കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചല്ലേ, ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ സ്കെയിൽ ഇങ്ങനെ വെച്ച് ഈ മിഡ് പോയിന്റ് അങ്ങോട്ടേക്ക് ഒരു വര വരയ്ക്കുക. ആ വരയ്ക്കുന്നത് ചെറിയൊരു കെറോട് കൂടി നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാം, മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാ പോയിന്റുകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ആദ്യം ഞാൻ സീം അലവൻസ് എല്ലാം കൂട്ടി യോജിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ലൂസ് ബോഡിയിൽ നിന്ന് എടുത്ത അളവ് കഴിഞ്ഞിട്ട് ഒരു ലൂസ് അടയാളപ്പെടുത്തിയല്ലേ, ആ ലൂസുകൾ തമ്മിൽ കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ചു. ഉണ്ടോ? ഈ പോയിന്റ് പോലെ വരുന്ന ഭാഗത്ത് നമ്മൾ ഫ്രഞ്ച് കേർവ് വെച്ച് ചെറിയൊരു കേർവ് പോലെ കൊടുക്കുകയാണെങ്കിൽ അതോടെ ഇങ്ങനെ പോയിന്റ് പോലെ നിൽക്കാണ്ട് ഇങ്ങനെ വന്നോളും. ഈ ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു കേർവ് നമുക്കിങ്ങനെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു കേറോട് കൂടി ഇങ്ങനെ വന്ന് ഇവിടെ ചെറിയൊരു കേറോട് കൂടി ഇങ്ങനെ വന്നു. എന്നിട്ട് നേരെ താഴേക്ക് നമ്മൾ എന്താണ് 1 ഇഞ്ചാണല്ലോ സീം അലവൻസ് ഇട്ടേക്കുന്നത്. നമ്മൾ 1 ഇഞ്ചിലാണ് നമ്മൾ സ്ലിറ്റ് മടക്കി അടിക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്താം. നമ്മൾ സീം അലവൻസ് 1 ഇഞ്ച് തന്നെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. ഈ മടക്കി അടിക്കുന്നത് 1 ഇഞ്ചിന് പകരം 1/4 ഇഞ്ച് എന്ന രീതിയിലും ആൾക്കാരും മടക്കി അടിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. 1 ഇഞ്ചിൽ കൂടാൻ പാടില്ല. 1 ഇഞ്ചിൽ കൂടി കഴിഞ്ഞാൽ അതൊരു വൃത്തിയില്ല കാണാനായിട്ട്. 1 ഇഞ്ചിന് ഉദ്ദേശിക്കുന്നത് 1/2 ഇഞ്ച് എന്ന രീതിയിൽ 2 രീതിയിലും മടക്കിയിട്ടാണ്. പിന്നെ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫ്രണ്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. ബാക്കിൽ ഞാൻ ടക്ക് ഇടുന്നുണ്ട്. ടക്ക് ഡാട്ട് എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ ചെയ്യണില്ല, ബാക്ക് പാർട്ടിൽ മാത്രമാണ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ കാട്ടിത്തരാം. ഒന്നെങ്കിൽ നമ്മൾ 2 ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അളവ് കണ്ടുപിടിച്ചിട്ട് അതിന് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഡാട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡാട്ട് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 10 ചെയ്യുക. ഇവിടെ ചെസ്റ്റ് റൗണ്ട് ഇട്ടുന്നത് 31.4 അത് ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എനിക്ക് 3.1 വരും. അതിനു മുൻപ് നമ്മൾ ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കത് അടയാളപ്പെടുത്താനായിട്ട്. അപ്പോൾ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള ഈ അളവ് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് പോയിന്റ് എത്രയാണെന്ന് നോക്കാം. ബ്രസ്റ്റ് പോയിന്റ് വരുന്നത് 9 ഇഞ്ചാണ്. ഞാൻ ആ ഒരു 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താണ്. ഇവിടെ ആയിട്ടാണ് എനിക്ക് 9 ഇഞ്ച് വരുന്നത്. പിന്നെ ഡാട്ട് എനിക്ക് എത്ര വരണം? 3.1 ആണ്. അപ്പൊ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 3.1 എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടയാളപ്പെടുത്താം. ഇവിടെയാണ് എനിക്ക് 3.1
1 കിട്ടി. ഇത് ഇക്വേഷൻ വഴി കണ്ടുപിടിച്ചേക്കുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡിൽ നിന്ന് എടുത്ത തന്നെ നമ്മൾ ബ്രസ്റ്റ് പോയിന്റ് രണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാം. അതിന്റെ നേർപകുതി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിൽ അടയാളപ്പെടുത്താം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാനുള്ളത്, നമ്മൾ ഹിപ്പ് ഉണ്ടല്ലോ, ഹിപ്പിന്റെ അവിടത്തോളം വരെയുള്ള ഈ ലെങ്ത് ഇപ്പൊ ഞാൻ 19 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയേക്കുന്നത് അല്ലെ. അവിടുന്ന് 2 ഇഞ്ച് മേലോട്ട് നിൽക്കത്തക്ക രീതിയിൽ ഇവിടെ വേണം നമ്മൾ അടയാളപ്പെടുത്തുന്ന ഡോട്ട് അവസാനിക്കാനായിട്ട്. ഇങ്ങനെ അടയാളപ്പെടുത്തി ഞാൻ എന്ത് ചെയ്തു, 3.1 അല്ലേ ഇവിടെ കിട്ടിയേക്കുന്നത്. ആ 3.1 തന്നെ ഞാൻ ഇവിടെ താഴെ ഞാൻ അടയാളപ്പെടുത്തിയിട്ട് ഇവ തമ്മിൽ ഞാൻ ഇങ്ങനെ കൂട്ടി വരച്ചു. ഇങ്ങനെ ഇവ തമ്മിൽ ഞാനിങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. എന്നിട്ട് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഇതിന്റെ മിഡ് പോയിന്റ് എത്രയാണോ നോക്കിയിട്ട് ആ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ചും ഇപ്പുറത്തേക്ക് 1/4 ഇഞ്ചും, 2 സൈഡിലേക്കും 1/4 ഇഞ്ച് എന്ന രീതിയിൽ ഇങ്ങനെ അടയാളപ്പെടുത്താം. മനസ്സിലായ? അതായത് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചു. അവിടുന്ന് നമുക്ക് ഒന്നെങ്കിൽ ബ്രസ്റ്റുകൾ തമ്മിലുള്ള മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് അതിന്റെ നേർപകുതി എടുക്കുക, ഇല്ലെങ്കിൽ ഇക്വേഷൻ വഴി നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് ഹിപ്പ് ഉണ്ടല്ലോ, ഹിപ്പ് റൗണ്ടിന് തൊട്ട് മുകളിൽ 2 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അടയാളപ്പെടുത്തി. ഈ വരച്ചേക്കണ വരയുടെ നേർപകുതി കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആ വരയുടെ അപ്പുറം ഇപ്പുറവും 1/4 ഇഞ്ച് എന്ന രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി. എന്നിട്ട് നേരെ തമ്മില് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ചു. യോജിപ്പിച്ചില്ലേ? അപ്പൊ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ മടങ്ങിപ്പോകും. ആ 1/2 ഇഞ്ച് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത്, അതായത് സീം അലവൻസ് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് അതായത് നമ്മുടെ മിഡ് വേസ്റ്റിന്റെ അവിടെ നമ്മൾ എന്തൊരു ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇവിടെ ആഡ് ചെയ്യാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ചും കൂടി ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തി. കണ്ട? ഈ 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി. എന്നിട്ട് വേണം ഞാനിങ്ങനെ കൂട്ടി യോജിപ്പിക്കും. ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്താം. പിന്നെ ഉള്ള ചിലർ ആം ഹോൾ കർവിന്റെ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കും, ഒരു ടക്ക് കൊടുക്കും. അത് ഇതേപോലെ ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 ഇഞ്ച് വേണം ഗ്യാപ്പ് ഇടാനായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടു. എന്നിട്ട് ഈ സെന്റർ പോയിന്റിലേക്ക് വരയ്ക്കാൻ പാടില്ല, അതിന് മേലേക്ക് എവിടേക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങനെ സ്കെയിൽ വെക്കുമ്പോൾ വെച്ചാൽ നമ്മുടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ടക്കടിച്ചാണ് ഈ പോയിന്റ്, ബ്രസ്റ്റ് പോയിന്റ്, ആ പോയിന്റിൽ വരത്തക്ക രീതിയിൽ വേണം സെന്റർ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. അതായത് ഇങ്ങനെ ഞാൻ ഈ വര വരച്ചു, കണ്ടില്ലേ? അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ 1/4 ഇഞ്ച് ഇപ്പുറത്തേക്കും ഞാൻ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇങ്ങനെ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവ തമ്മിൽ ഞാനിങ്ങനെ കൂട്ടി വരച്ചു. അപ്പൊ ഇവിടെയും 1/4 ഇഞ്ച് ഒരുമിച്ച് പിടിച്ചടിക്കുമ്പോൾ പോകും. അപ്പൊ ആ 1/4 ഇഞ്ച് എന്ത് ചെയ്യണം, 4 എന്ന രീതിയിൽ 1/2 ഇഞ്ച് ഇവിടെ അടിച്ചു പോകും. ആ 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തണം. ഇവിടെ എന്ത് നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി. കണ്ട? ഇവിടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. ഈ ഭാഗത്ത് അതായത് നമ്മുടെ ഇതിപ്പോ വേസ്റ്റിന്റെ ഭാഗത്താണല്ലോ നമ്മൾ ഈ ഡാട്ടിന്റെ എൻഡ് പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഇവിടെ അടിച്ചു പോകാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വരല്ലുള്ളൂ. ഇപ്പൊ ഒരു 1/4 ഇഞ്ച് മാത്രമേ വരുള്ളൂ. ഇത് 1/4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല. നമുക്കിതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവയെല്ലാം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരച്ചു. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം സെൻട്രലിലുള്ള ഡാട്ട് കണ്ടുപിടിച്ചു.
അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആം ഹോളിന്റെ അങ്ങോട്ടേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇത് അടയാളപ്പെടുത്താനായിട്ട്. ഇത് തമ്മിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/4 ഇഞ്ചാണ് അപ്പുറം ഇപ്പുറം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. തമ്മിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ചിന്റെ കുറവ് വരും. ആ 1/2 ഇഞ്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്തേക്ക് 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും 1/4 ഇഞ്ച് എന്ന രീതിയിൽ കുറവ് വരും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ മിഡ് വേസ്റ്റിന്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്തു. പിന്നെ ഇത് എൻഡ് പോയിന്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഈ വേസ്റ്റിന്റെ അവിടെയും അടയാളപ്പെടുത്തി. 1/4 ഇഞ്ച് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് ആയാലും കുഴപ്പമില്ല, അടയാളപ്പെടുത്തി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ആം ഹോളിന്റെ അവിടെ നിന്ന് മിഡ് വേസ്റ്റിന്റെ അവിടെ നിന്ന് വേസ്റ്റിലേക്കും വേസ്റ്റിന്റെ അവിടെ നിന്ന് ഹിപ്പിലേക്കും ഞാനിങ്ങനെ കൂട്ടി വരച്ചു. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ബാക്ക് പാർട്ടാണ്. ഞാൻ ബാക്ക് പാർട്ടിൽ മാത്രമാണ് എന്ത് കൊടുക്കുന്നുള്ളൂ, ഡാട്ട് കൊടുക്കുന്നുള്ളൂ, അതായത് ടക്ക് കൊടുക്കുന്നുള്ളൂ. ഫ്രണ്ട് പാർട്ടിലും ടക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ വേണം ഫ്രണ്ട് പാർട്ടിലും ചെയ്യാനായിട്ട്. ഇനി ഇവിടെ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ കൊടുത്തില്ല, അതുപോലെ തന്നെ ഇവിടെയും ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. കാരണം വെച്ചാൽ ഇതിങ്ങനെ ചുരുങ്ങുമ്പോൾ നമ്മളുടെ ഈ ഇവിടെ ചുരുങ്ങുമ്പോൾ നമുക്ക് ടൈറ്റ് വരും. അപ്പൊ ഇവിടെ എത്രയാണ് എക്സ്ട്രാ കൊടുത്ത 1/2 ഇഞ്ച് എന്ന രീതിയിൽ ഇവിടെ 1/2 ഇഞ്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ എത്ര കൊടുത്ത 1/4 ഇഞ്ച് അല്ലേ, ആ 1/4 ഇഞ്ച് ഇവിടെയും കൊടുക്കുക. ഇവിടെയും ഈ പറഞ്ഞ പോലെ 1/2 ഇഞ്ച് തന്നെ ഇവിടെയും കൊടുക്കുക. ആ രീതിയിൽ തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ വേറെ രീതിയിൽ വേറെ ഞാൻ വരച്ച് കാട്ടിത്തരാം. ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ എടുത്ത് വരയ്ക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കൂടുതലായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയാണ്. ഇനിയുള്ള ശ്രദ്ധിക്കുക വെച്ചാൽ ആദ്യം വരച്ചേക്കണം വരെ നമുക്കെല്ലാം മാറ്റാം. ഇപ്പൊ ഞാനൊന്ന് വരച്ചേക്കണം. നമുക്ക് ഈ ആദ്യം ഈ വര വരയ്ക്കുന്നതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഞാൻ ഈ ടക്ക് വരയ്ക്കുന്നത് കാട്ടിത്തരാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ബോർഡിൽ നിന്ന് എടുത്തേണ അളവ് പ്രകാരം ഞാൻ വരച്ച് കാട്ടിയത്. ഈ ഒരു അളവ് വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കാന്ന് വെച്ചാല് ഹിപ്പിനേക്കാളും കുറവാണല്ലോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് വന്നത്. വേസ്റ്റ് റൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, വേസ്റ്റ് റൗണ്ട് ഹിപ്പിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഇത് ഹിപ്പിനേക്കാളും കുറവാണ് വേസ്റ്റ് റൗണ്ട് വന്നേക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. കണ്ടോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. അതാവുമെന്ന് ചോദിച്ചാൽ വയറിന്റെ ആ ഭാഗത്ത് നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ചെയ്ത് പേപ്പർ പാറ്റേണിൽ ചെയ്ത് കാട്ടിത്തരാം. എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. പേപ്പർ പാറ്റേണിൽ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഈ വയറിന്റെ ഭാഗം നമുക്ക് വയറുള്ളവരാണ് എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് വയറിന്റെ ഈ ഭാഗത്ത് ടൈറ്റ് ആയിട്ട് വരും. അത് ഇല്ലാണ്ടിരിക്കാനാണ് ഈ ഒരു അളവ് ഞാൻ കാട്ടി തന്നത്. അത് ഹിപ്പ് റൗണ്ടിനേക്കാളും കൂടുതൽ നമുക്ക് വയറിന്റെ ഭാഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അളവ് വേണം നമ്മൾ ഹിപ്പിന്റെ അവിടെ അടയാളപ്പെടുത്താൻ. അതിൽ നിന്ന് ഒരു എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹിപ്പിന്റെ അവിടെ എനിക്ക് 9 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് കിട്ടിയത്. വേസ്റ്റ് റൗണ്ട് എനിക്ക് 10 ഇഞ്ചാണ് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് ഇതിൽ കൂടുതൽ വരുന്നത് എവിടെയാണ്? വേസ്റ്റ് റൗണ്ട്. അത് വയറുള്ള ഭാഗത്താണല്ലോ കൂടുതൽ വരണേ. അപ്പൊ ഞാൻ ഈ അളവ് പ്രകാരം ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെയായിരിക്കും വരാം. അപ്പൊ എനിക്കിവിടെ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ 10 ഇഞ്ചല്ലേ കിട്ടിയേക്കണേ. അപ്പൊ ഈ 10ന്റെ കൂടെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചെങ്കിലും കൂട്ടിയിട്ട് ഹിപ്പ് റൗണ്ടിന്റെ അവിടെ എനിക്ക് എടുക്കേണ്ട വരും. അപ്പൊ ഇവിടെ 9 എന്നതിന് പകരം 10.5 എന്ന രീതിയിൽ എടുക്കേണ്ടി വരും. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ എന്നോട് പറയാം. ഞാൻ വേറെ പേപ്പറിൽ ഞാനത് കൃത്യമായിട്ട് വരച്ച് കാട്ടിത്തരുന്നതായിരിക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഒന്നും കൂടി പറയാണ്, കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ്? ഈ അളവിലേക്ക് ആട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, നമ്മൾ താഴ്ഭാഗത്തു നിന്നാണ് ഇപ്പൊ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വരുന്നത്. ഇതിപ്പോ ലൈനിങ് തുണിയാട്ടോ. ലൈനിങ് തുണി ആയതുകൊണ്ട് ഒരു കാര്യം കൂടി ചെയ്യാൻ വിട്ടു. ഈ ലൈനിങ് തുണി ആയതുകൊണ്ട് നമുക്ക് 45.5 തന്നെ ഇറക്കം വേണമെന്നില്ല. നമുക്ക് ലൈനിങ് തുണിയുടെ കൂടെ നമ്മൾ നല്ല തുണിയേക്കാളും ഒരു 2 ഇഞ്ചെങ്ങാനും കുറവ് വേണം ലൈനിങ് തുണി.
ആ ഒരു രീതിയിൽ വേണം അളവെടുക്കാനായിട്ട്. ഞാനത് ഓർത്തില്ല, വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ 2 ഇഞ്ച് മേലോട്ട് കയറ്റി വരച്ചിട്ട് ഇവിടെ ബാക്ക് പാർട്ട് അടയാളപ്പെടുത്തി. ഇത് സെന്റർ അടയാളപ്പെടുത്തി. ഒരു സൂചി എടുക്കാം. സൂചി എടുത്തിട്ട് നമ്മുടെ ഈ പോയിന്റ് ആണല്ലോ, ഈ പോയിന്റിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഈ പോയിന്റിലേക്ക് കുത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഡാട്ടിന്റെ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ കുത്താം. അതുപോലെ ഇങ്ങറ്റത്തെ ഈ പോയിന്റിലേക്ക് കുത്താം. ഇങ്ങറ്റത്തെ പോയിന്റിലേക്ക് ഈ പോയിന്റ് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമ്മളിപ്പോ എന്ത് ചെയ്തു? അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ പോയിന്റ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ട്രേസിങ് വീല്. ഈ ട്രേസിങ് വീല് വെച്ച് നമുക്ക് ഇങ്ങനെ 2-3 തവണ ഇങ്ങനെ കാട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാട് അപ്പുറത്തെ സൈഡിൽ വരും. കാർബൺ പേപ്പർ ഉണ്ടല്ലോ, കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ അടിയിൽ കാർബൺ പേപ്പർ വെച്ച് നമുക്ക് ഇതേപോലെ തന്നെ ഇത് ട്രേസിങ് വീല് ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ പാട് കിടക്കും. ട്രേസ് ചെയ്ത പോലെ തന്നെ വരും. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ ചെയ്യാം. ഇതാകുമ്പോൾ വെച്ചാൽ ഇത് കണ്ട ഇതിങ്ങനെ പോയിന്റ് പോലെ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിൽ നമുക്ക് എല്ലാവരുടെയും വരച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ബാക്ക് പാർട്ടിൽ മാത്രം മതി, ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ടക്കടിക്കണില്ല. നമ്മളിപ്പോ ബാക്ക് ആണ് ഇപ്പൊ അടയാളപ്പെടുത്തിയത്. നമ്മളിപ്പോ ഇതിനെ നമ്മൾ ഫ്രണ്ട് ആയിട്ട് എടുക്കാണ്. ഇത് ഫ്രണ്ട് ആണ്. നമ്മൾ ബാക്ക് ഭാഗം മാറ്റി വെച്ചു. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് നമുക്ക് ടക്കിന്റെ ആവശ്യം വരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാട്ടി തന്നു എന്നുള്ളൂ. നമുക്കിനി ആം ഹോളിന്റെ അവിടെ നമുക്ക് അടയാളപ്പെടുത്താനുണ്ട്. അത് അടയാളപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഷോൾഡറിന്റെ ഇവിടെ നിന്ന് നേരെ താഴേക്ക് 5 ഇഞ്ച് എവിടെ വരണം നോക്കി. ഈ ഭാഗത്താണ് എനിക്ക് ഷോൾഡറിന്റെ അവിടെ നിന്ന് താഴേക്ക് 5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്നത്. ഷോൾഡറിന്റെ ഇവിടെ നിന്ന് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 5 ഇഞ്ച് എവിടെ വരണം നോക്കി. ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഈ വരച്ചേക്കണ ഈ വരയുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് നീക്കി. 1/2 ഇഞ്ച് നീക്കുമ്പോ ഇവിടെയാണ് വരുന്നത്. കണ്ടില്ലേ? 1/2 ഇഞ്ച് നീക്കിയിട്ട് ഫ്രഞ്ച് കർവ് എടുക്കുക. ഈ പോയിന്റ് ബോർഡിന് എടുത്തേക്കുന്ന അളവ് വരെ കൂട്ടിക്കിട്ടത്തക്ക രീതിയിൽ ഇതിങ്ങനെ വെച്ച് ഈ വരച്ചേക്കണ ഈ വരയുണ്ടല്ലോ, അവിടെ നമ്മുടെ ഫ്രഞ്ച് കർവിന്റെ ഈ ഭാഗം വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കുക. ഉണ്ടാ ഈ പോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട്, ഈ പോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഇങ്ങനെ ചെറിയൊരു കേർവ് വരയ്ക്കേണ്ട. ഇങ്ങനെയാണ് അത് വരുന്നത്. ഇങ്ങനെ വെക്കുക. ചെറിയൊരു കേർവ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെയാണ് വരച്ചെടുക്കുക. കണ്ടാ? ഇവിടെ നിന്ന് ഇതിങ്ങനെ ഇവിടെ ഇത്ര ഭാഗം സ്ട്രെയിറ്റ് ആയിരിക്കട്ടെ. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു കേർവോട് കൂടി ഇങ്ങോട്ട് എടുക്കാം. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പോയിന്റും ഇത് തമ്മിൽ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെയാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ആ ഭാഗം വരുമ്പോ ഇങ്ങനെ ചെറിയൊരു കേർവോട് കൂടി ഈ വരയിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാം. കാരണം ഈ തയ്ച്ചു വരുന്ന ഈ ഭാഗം എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. ആം ഡാട്ടിന് വേണ്ടി ഫ്രണ്ട് പാർട്ടിലേക്ക് എനിക്ക് ഞാൻ എന്ത് ചെയ്യണില്ല, ഡാട്ട് ഞാൻ ഫ്രണ്ട് ഭാഗത്ത് ഇടുന്നില്ല. ബാക്ക് ഭാഗത്ത് മാത്രമേ ഞാൻ ഡാട്ട് ഇടുന്നുള്ളൂ. പക്ഷെ ആം ഹോളിന്റെ അവിടുത്തെ ഡാട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇത്ര ഭാഗം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം വരച്ചേക്കണ അളവുണ്ടല്ലോ,
ആ അളവിലേക്ക് കട്ട് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്ക് പാർട്ടില് നമ്മൾ ഡാട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് രണ്ടും ഒപ്പത്തിനൊപ്പം വെക്കുമ്പോൾ ഈ 1/2 ഇഞ്ച് വ്യത്യാസം വരില്ലേ, ആ ഒരു 1/2 ഇഞ്ച് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കട്ട് ചെയ്താലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വരച്ചേക്കണ വരയില്ലേ, അതായത് ഡാട്ട് അടയാളപ്പെടുത്തുന്നേക്കാൾ മുൻപ് നമ്മൾ വരച്ചേക്കണ വര, ആ വരയിൽ കൂടി, അതായത് സീം അലവൻസ് കഴിഞ്ഞിട്ടുള്ള ഈ വരയായിട്ട് വരും, ഈ വരയിൽ കൂടി വേണം കട്ട് ചെയ്യാൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ക്ലിയർ ആവണില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, ഞാൻ വേറെ ഒന്നും കൂടി ചെയ്ത് കാട്ടിത്തരാം. ഇനിയുള്ള വെച്ചാൽ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അപ്പൊ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യണം. നമുക്കിവിടെ നെക്ക് വെടുത്ത് വന്നേക്കുന്നത് 2.6 ആണ്. നമ്മൾ 2.6 അടയാളപ്പെടുത്തി. ഇവിടെ ഷോൾഡർ സ്ലോപ്പ് ബാക്ക് നെക്ക് ലെങ്ത് 4 ഇഞ്ച് ആയതുകൊണ്ട് ഷോൾഡർ സ്ലോപ്പ് 1/4 ഇഞ്ചാണ്. അപ്പൊ 1/4 ഇഞ്ചിലേക്ക് അടയാളപ്പെടുത്തിയതിലേക്ക് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് നമ്മളിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് നമ്മളിത് വരയ്ക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ചെരിച്ച് വെച്ച് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ആ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് മാറ്റി. ഇവിടെയാണ് നെക്ക് വെടുത്ത് വരുന്നത്. അത് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു നോച്ച് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് 2 അറ്റം, ഇതിന്റെ ഇങ്ങനെ സെന്റർ പിടിച്ചിട്ട് 2 അറ്റം എവിടെ വരണോ അല്ലെങ്കിൽ ഇതിന്റെ ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോളിന്റെ അവിടുത്തെ കർവ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത്ര ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. ബാക്ക് പാർട്ടിൽ മാത്രമാണ് ഞാൻ ഇവിടെ ടക്ക് കൊടുക്കുന്നത്, അതായത് ഡാട്ട് കൊടുക്കുന്നത്. ഫ്രണ്ട് പാർട്ടിലാണെങ്കിൽ ഈ ആം ഹോൾ കർവിന്റെ അവിടെയാണ് ഞാൻ ഡാട്ട് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ കാട്ടിത്തരാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇവിടെ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ വരച്ചത്. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അടുത്ത ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടി കാട്ടിത്തരാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവിന്റെ ലെങ്ത് നമുക്ക് തയ്യൽ തുമ്പ് അടക്കം 7 ഇഞ്ച് വേണം. അതുപോലെ തന്നെ അതാണ് 0 to 1. അടുത്ത 0 to 2 എന്ന് പറഞ്ഞാൽ ബാക്ക് ബോഡി പാർട്ടിന്റെ ആം ഹോൾ കർവിന്ന് 1 ഇഞ്ച് കുറയ്ക്കണം. അപ്പൊ നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. ഇതാണ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കണ ബാക്ക് പാർട്ട്. ഇതിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പും അതുപോലെ തന്നെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള 1/2 ഇഞ്ചും നമ്മളോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഈ പറഞ്ഞ പോലെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ആ 1/2 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. കണ്ട, ഇത് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള 1/2 ഇഞ്ചാണ്. പിന്നെ ഇവിടെ ഷോൾഡർ സ്ലോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഈ 1/2 ഇഞ്ച് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഈ തയ്യൽ തുമ്പ് അടക്കം വരെയുള്ള ഈ കർവ് ഉണ്ടല്ലോ, ഇതാണ് നമ്മളിപ്പോ അളക്കുന്നത്. ഇതിപ്പോ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ അളന്നെടുക്കാണ്. ഇതിപ്പോ ഇങ്ങനെ അളന്നെടുക്കുമ്പോ ഇനിയിപ്പോ 9 ഇഞ്ച് എനിക്ക് വരുന്നുണ്ട്. ആ കിട്ടിയ അളവിന്ന് 1 ഇഞ്ച് കുറയ്ക്കാം. 9.5 - 1 ഇഞ്ച് എന്ന രീതിയിൽ 8.5 ഇഞ്ച് വരും. ഇവിടെ ഈ സൈഡിൽ ഞാനിവിടെ ഓൾറെഡി ടക്കിന് വേണ്ടി മാർക്ക് ചെയ്തേക്കണ കാരണം, ഫ്രണ്ട് ഭാഗത്ത് ടക്കിന് വേണ്ടി മാർക്ക് ചെയ്തേക്കണ കാരണം എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ നിന്ന് കുറയ്ക്കുകയാണ്. മനസ്സിലായെന്ന് വിചാരിക്കണം. അതായത് നമുക്ക് ചെസ്റ്റ് ഇവിടെ വേണ്ടത് എല്ലാം കൂടി ലൂസും അതുപോലെ തയ്യൽ തുമ്പ് അടക്കം 9.4 ആണ് നമുക്ക് ചെസ്റ്റ് വേണ്ടത്. ആ ചെസ്റ്റ് കറക്റ്റ് നമുക്ക് ഇവിടുന്ന് 9.4 എവിടെയാണെന്ന് നോക്കി അടയാളപ്പെടുത്താം. കണ്ട, ഈ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് വന്നേക്കണില്ല. ആ 1/2 ഇഞ്ച് നമ്മൾ ഇവിടുത്തെ ഈ ഡാട്ട് അടിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തേക്കണേന്റെയാണ് 1/2 ഇഞ്ച്.
ആ അര ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത്. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അളക്കുമ്പോ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള അര ഇഞ്ചും, ഇത് ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടില് ഡാട്ട് അടിക്കാൻ വേണ്ടി ഒരു അര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അര ഇഞ്ചും വിട്ടിട്ട് ഇവിടെ നിന്ന് ഇവിടത്തോളം വരെയുള്ള അളവാണ് നമുക്ക് അളന്ന് നോക്കേണ്ടത്. ഇങ്ങനെ ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് നമുക്കിത് എന്തോരുണ്ടെന്ന് അളന്ന് നോക്കാം. ഇതിപ്പോ ഏകദേശം 9.1 വന്നിട്ടുണ്ട്. ഒന്നും കൂടി അളന്ന് നോക്കാണ്. ഉം 9.1 തന്നെയാണ് എനിക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ, ബാക്ക് പാർട്ടിലെ ബോഡി പാർട്ട് ആം ഹോൾ കേർവ് എനിക്ക് 9.1 ആണ്. ആ 9.1 1 ഇഞ്ച് ഞാൻ കുറച്ചപ്പോ എനിക്കിവിടെ 8.1 കിട്ടി. അപ്പൊ എനിക്ക് 0 to 2 എനിക്ക് 8.1 ആണ് ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്നത്. സ്ലീവിന് വേണ്ടി ഞാൻ 2 തുണി എടുത്തു. 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അളവെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇറക്കം വേണ്ടത് എത്രയാണ്? ഇറക്കം വേണ്ടത് 7.5 ഇഞ്ച്. അപ്പൊ 7.5 ഇഞ്ച് ഇറക്കുണ്ടോ എന്ന് നോക്കാം. 7.5 ഇഞ്ച്, ഇതിപ്പോ 8 ഇഞ്ചോളം ഇറക്കം വന്നിട്ടുണ്ട്. പിന്നെ 0 to 2 നമുക്ക് 8.1 ആണ്. അപ്പൊ അതായത് മൊത്തം ഒരു 8.1 8.1 രീതിയിൽ നമുക്ക് 16.4 ഇഞ്ചോളം നമുക്കിവിടെ വേണ്ടി വരും. ഇതിപ്പോ 20 ഇഞ്ചോളം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ 2 പീസ് എടുത്തു. അതിന് ഇങ്ങനെ 2 ആക്കി ഞാനിങ്ങനെ മടക്കി. കണ്ടില്ലേ, ഞാൻ ഇതിനെ 2 ആക്കി ഇങ്ങനെ മടക്കി. ഇങ്ങനെ 2 ആക്കി ഞാൻ മടക്കി. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൈയുടെ ഇറക്കം നമ്മൾ അളന്ന് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് എത്ര ഇറക്കം വേണം? 7.5 ആണ് എനിക്ക് ഇറക്കം വേണ്ടത്. ഞാനിവിടെ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഇങ്ങറ്റത്തും എത്ര അടയാളപ്പെടുത്തി? 7.5 ഇഞ്ച് തന്നെ ഞാൻ ഇങ്ങറ്റത്തും ഞാൻ അടയാളപ്പെടുത്താണ്. കാരണം ഈ ഭാഗമാണ് നമ്മൾ സെന്റർ പാർട്ടായിട്ട് വരുന്നത്. കാരണം ഈ ഫോൾഡ് ഉള്ള ഭാഗം, ഈ ഭാഗത്താണ് നമ്മൾ കട്ടിങ് ഒക്കെ വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 7.5 ഞാൻ അടയാളപ്പെടുത്തി. ഞാൻ സ്കെയിലെടുത്ത് ഇതിങ്ങനെ വരയ്ക്കണം. എൽ സ്കെയിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. അതാവുമ്പോ ഈ സ്കെയിലിന്റെ ഇങ്ങറ്റവും ഈ അറ്റവും ഒപ്പത്തിനൊപ്പം വെച്ച് നമ്മൾ അടയാളപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഞാനിപ്പോ ഇങ്ങനെ അടയാളപ്പെടുത്തി. എനിക്ക് 0 to 2 വേണ്ടത് ഇങ്ങനെ 8.1 ആണ്. ഇവിടെ നിന്ന് 8.1 എവിടെയാന്ന് വെച്ചാൽ അതും ഞാനിങ്ങനെ അടയാളപ്പെടുത്തി. കണ്ടില്ലേ? ഇനി 2 to 3 ഉണ്ട്. നമുക്ക് സ്ലീവിന്റെ ഡെപ്ത് ആണ് 2 to 3 വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഹാഫ് സ്ലീവ് ആണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 7-ലുണ്ട്. അതുപോലെ എൽബോ സ്ലീവ് ആണെങ്കിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 8-ലുണ്ട്. 3/4 സ്ലീവ് ആണെങ്കിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 9-ല് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 10-ല് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എനിക്ക് 2 to 3 എനിക്ക് കിട്ടിയിരിക്കുന്നത് 2.89 ആണ്. ഇവിടുന്ന് 2.89 ഞാനിങ്ങനെ അടയാളപ്പെടുത്തി. ഇവിടെ ആയിട്ട് എനിക്ക് വരും. സ്കെയിൽ എടുക്കാം. പറഞ്ഞില്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു വര വരച്ചു. കണ്ട, ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് ഈ 2.8 കിട്ടിയല്ലേ, അവിടുന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ഇങ്ങോട്ടേക്കും ഒന്ന് അടയാളപ്പെടുത്താണ്. ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന നിർബന്ധമില്ല, എന്നാലും അടയാളപ്പെടുത്താണ്. ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് സ്കെയിൽ ഇങ്ങനെ വെച്ച് അതും ഞാൻ വരച്ചു. ഇതിങ്ങനെ വരച്ചു. കണ്ടില്ലേ? ഈ വരച്ചതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാണ്. ഇവിടുന്ന്
ഇവിടത്തോളം വരെ ഞാൻ വരച്ചതിന്റെ മിഡ് പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെയാണ് അതിന്റെ മിഡ് പോയിന്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി. കണ്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടും 1 ഇഞ്ച് അടയാളപ്പെടുത്തി. കണ്ടില്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് ഈ പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. കണ്ടാ? ഇങ്ങനെ ചെരിച്ച് വരച്ചു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ വരച്ചേക്കണ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടേക്കും ഈ പറഞ്ഞ പോലെ തന്നെ ചെരിച്ച് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. എന്നിട്ടാണ് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്കെയിൽ എടുത്തിട്ട് ഈ സെന്റർ പോയിന്റും ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി മുട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? നമ്മൾ കൈ കൊണ്ട് വരച്ച ആ കറക്റ്റ് അളവിൽ തന്നെ കിട്ടി. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെന്റർ പോയിന്റും ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയുള്ളേ അതും കൂട്ടിമുട്ടത്തക്ക രീതിയിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരയ്ക്കുക. അതും നമ്മൾ കൈ കൊണ്ട് വരച്ച അളവിൽ തന്നെ വന്നു. ഇത്രയും പറഞ്ഞ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടിവശത്ത് സ്ലീവ് റൗണ്ട് അടയാളപ്പെടുത്താം. സ്ലീവ് റൗണ്ട് എനിക്ക് വന്നത് 6.3 ആണ്. അത് ബോഡിയിൽ നിന്ന് എടുത്ത അളവ് പ്രകാരം 4.8 വരും. 4.8 ഞാൻ ഇപ്പൊ ഇവിടെ കയറ്റി അടയാളപ്പെടുത്താണ്. 4.8 വരും. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ലൂസ് 1/2 ഇഞ്ച് 1 ഇഞ്ച് എന്താണ് തയ്യൽ തുമ്പ് എന്ന രീതിയിലാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ എടുത്ത് ഇങ്ങനെ അടയാളപ്പെടുത്താം. അതിനു മുൻപ് അടിവശം 1 ഇഞ്ച് മടക്കി തയ്ക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അടിവശത്ത് 1 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ടുള്ള ആ അളവ് ഞാൻ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താണ്. ഇങ്ങനെ വരും. അതായത് ഇങ്ങനെയാണ് വരുന്നത്. അടിവശം നമുക്ക് 1 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ടുള്ളതാണ്. ആ 1 ഇഞ്ച് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി. അപ്പൊ ആ അളവിലേക്കാണ് ഞാനിപ്പോ ഇതിങ്ങനെ അടയാളപ്പെടുത്തുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അതെന്താന്ന് കാട്ടിത്തരാം. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് അതിന് ഇങ്ങനെ വരച്ചു. പിന്നെ അത് ലൂസിലേക്ക് അടുത്ത ഇതെടുത്ത് വരച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ചെരിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ ഞാൻ ചെരിച്ച് കട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഞാൻ 1 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി അടയാളപ്പെടുത്തി കാട്ടിത്തന്നത്. ഇനി ഫ്രണ്ട് ആം ഹോൾ ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ. ഇപ്പൊ നമ്മൾ വരച്ചേക്കുന്നത് എന്താണ്? ബാക്ക് ആണ് വരച്ചേക്കുന്നത് അല്ലേ? ഇനി നമുക്ക് ഫ്രണ്ട് വരയ്ക്കണം. ഫ്രണ്ടിൽ നമ്മൾ ഈ പറഞ്ഞ ബോഡി പാർട്ടിൽ 1/2 ഇഞ്ച് ആണല്ലോ നമ്മൾ ഫ്രണ്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കൊടുക്കണം. ഇനി ബോർഡിൽ നിന്ന് എടുത്ത മെഷർമെന്റ് അനുസരിച്ച് ചിലർക്ക് 1/2 ഇഞ്ച് 3/4 ഇഞ്ചുകളൊക്കെ ഡിഫറൻസ് വരും. അതെങ്ങനെയാണ് ബോർഡിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാട്ടിത്തരാം. ഓരോ വീഡിയോയിൽ ഓരോന്നായിട്ട് കാട്ടിത്തരാം. ഇപ്പൊ ഈ ഒരു കണക്ക് പ്രകാരം നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഫ്രണ്ടിൽ നമ്മൾ ബോർഡിൽ നിന്ന് എടുത്ത അളവ് പ്രകാരം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കർവ് നമ്മൾ ഒരു 1/2 ഇഞ്ച് ആണ് കയറ്റി നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ പോയിന്റ്, ഈ സെന്റർ പോയിന്റ് ഉണ്ടല്ലോ, ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഞാൻ അടയാളപ്പെടുത്തി. കണ്ടില്ലേ? എന്നിട്ട് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, ആ 1 ഇഞ്ചിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഈ പോയിന്റിലേക്ക് വരണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് ഈ പോയിന്റിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് വരുന്ന ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയത് ഇതിങ്ങനെ ഈ പോയിന്റിലേക്ക് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വേണം വരാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുക. ഇത് കഴിഞ്ഞ് അവിടുന്ന് നേരെ താഴേക്ക് വന്ന് ഇങ്ങനെ വരാം. ചെറിയ ഒരു കേർവ് പോലെ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കർവ്. ഇത് ബാക്ക് ആം ഹോൾ കർവ്. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ ബാക്ക് ആം ഹോൾ കർവ് ആണ് കട്ട് ചെയ്യുന്നത്.
അതുപോലെ അടിവശം നമ്മൾ സ്ട്രെയിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആക്കി വെച്ച് വരച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാണ്. ഈ 1 ഇഞ്ച് നമുക്ക് അടിവശം മടക്കി അടിക്കാൻ വേണ്ടിയുള്ള 1 ഇഞ്ചാണ്. ഈ പറഞ്ഞ ലൈനിങ് തുണി ഇട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ അടിവശം മടക്കി അടിക്കാണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ലൈൻ വീഡിയോയില് നമ്മൾ മറച്ചടിച്ചില്ലേ, ആ ഒരു രീതിയിലും ചെയ്യാം. ആ ഒരു രീതിയിലാണ് ചെയ്യണമെങ്കിൽ അടിവശം നമുക്ക് 1 ഇഞ്ചിന്റെ ആവശ്യം വരുന്നില്ല, 1/2 ഇഞ്ച് മാത്രമേ അടിവശം തയ്യൽ തുമ്പ് ആവശ്യം വരുന്നുള്ളൂ. കണ്ട ബാക്ക് ആം ഹോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതാണ് സെന്റർ പോയിന്റ്. ഇതിങ്ങനെ അടയാളപ്പെടുത്താം, കട്ട് ചെയ്യുക, നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോ ലൈനിങ് തുണി ആയതുകൊണ്ട് കുഴപ്പമില്ല. ലൈനിങ് തുണി നല്ല തുണിയിലാണ് നിങ്ങൾ ചെയ്യണേ എന്നുണ്ടെങ്കിൽ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെക്കുക. അതായത് ഇതാണ് നല്ല വശം എന്ന് വിചാരിക്കുക. നല്ല വശവും തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഇത് നല്ല വശമാണ്, ഇത് നല്ല വശമാണ് കേട്ടോ. അങ്ങനെ ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചിട്ട് വേണം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ നോച്ചിട്ട ഭാഗത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യണം. അപ്പൊ ആകെ ഉണ്ട് ആകെ ഇത്ര മാത്രമേ ഇതിന്ന് കട്ടായി പോയിട്ടുള്ളൂ. ഞാൻ ഇത് വെച്ച് കട്ടി തരാം. കണ്ടില്ലേ, ഇത് ഫ്രണ്ട് ആണ്, ഇത് ബാക്ക് ആണ്. ഫ്രണ്ട് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് വേണമെങ്കിൽ രണ്ടിലും ഇട്ട് കൊടുക്കാം. ഇതില് ഇതാണ് ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ട് അറിയാൻ വേണ്ടി. ഇത്ര മാത്രമേ നമുക്ക് സ്ലീവില് കട്ട് ചെയ്യാനുള്ളൂ. പേപ്പർ ക്യാൻവാസിലാണ് നെക്ക് അടയാളപ്പെടുത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡയറക്റ്റ് ആയിട്ട് തുണിയിലാണ് അടയാളപ്പെടുത്തിയിരുന്നത്. ഈ പ്രാവശ്യം പേപ്പർ ക്യാൻവാസിലാണ്. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇതാണ് പേപ്പർ ക്യാൻവാസ് അല്ലെങ്കിൽ പേപ്പർ ഷീറ്റ് എന്നൊക്കെ ഇതിനെ പറയും. ഇത് എൻ്റെ കുറച്ച് നാളായിട്ട് ഇത് ഇരിക്കണത് കൊണ്ടാണ് ഇതിനിങ്ങനെ കളറ്. ഇതിന് 2 വശമുണ്ട്. ഈ ഭാഗം മെഴുകു പോലെ ചെറിയ ഷൈനിങ് ഉള്ള പോലെ വരും, മറ്റത് സാധാ രീതിയിൽ. അപ്പൊ നമുക്ക് സാധാ ഭാഗത്ത് വേണം വരച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു പീസ് പേപ്പർ ക്യാൻവാസിൽ പേപ്പർ ഷീറ്റിങ്ങിന് എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് വരയ്ക്കാം. ഇത് നമുക്ക് പേന കൊണ്ടായാലും നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആക്കി ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് അടയാളപ്പെടുത്തണമല്ലോ. നമുക്കിവിടെ വന്നേക്കുന്നത് ഫ്രണ്ട് നെക്ക് ലെങ്ത് നമുക്ക് 6 ഇഞ്ചാണ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇത് നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്തി. മോള് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള ഒരു 1/2 ഇഞ്ചും കൂടി ഞാനിവിടെ അടയാളപ്പെടുത്താണ്. പിന്നെ നെക്ക് വെടുത്ത് വന്നിരിക്കുന്നത് 2.6 ആണ്. 2.6 അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. തയ്യൽ തുമ്പല്ല, 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇവിടെയും ഞാൻ 2.6 അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ആദ്യം വരച്ചേക്കണ 2.6 നെക്ക് വെടുത്ത് ഞാൻ ആദ്യം കൂട്ടി വരച്ചു. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ഞാനിങ്ങനെ വരച്ചെടുത്തു. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കീ ഹോളാണ് അടയാളപ്പെടുത്തണെന്ന് പറഞ്ഞില്ല. അത് ജസ്റ്റ് ഇവിടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഈ 1/2 ഇഞ്ച് അളവ് പ്രകാരമാണ് നമ്മൾ തുണിയിലേക്ക് നമ്മൾ നെക്ക് വെടുത്ത് കറക്റ്റ് ആയിട്ട് വെച്ച് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ വരച്ചെടുക്കണം. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇവിടെ നിങ്ങളുടെ 1 ഇഞ്ച് അടയാളപ്പെടുത്താം. അതായത് ഇവിടുന്ന് താഴേന്ന് മേലോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 1 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ വേണം നമ്മൾ വരച്ച് നിർത്താനായിട്ട് ചെറിയൊരു ഡിസൈൻ പോലെ. ഇത് ഇങ്ങനെ
ആണ് കൊണ്ടുവരും. ഒന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 6 ഇഞ്ച് കഴിഞ്ഞിട്ടായാലും താഴേക്ക് നമുക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് കൊടുക്കണേ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചെറിയൊരു വര വരയ്ക്കാം. വരച്ചിട്ട് ഫ്രഞ്ച് കേർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു കേർവ് കൊടുക്കണേ കൊടുക്കാം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ സ്ക്വയർ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാൻ ഇനി ഇതിനെ ചെറിയൊരു കേർവ് കൊടുക്കാണ്. അതായത് മേലേന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിങ്ങളുടെ ചെറിയൊരു കേർവോട് കൂടി വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടാ ഇങ്ങനെ ഒരു കീ ഹോള് നെക്കാണ് ഞാനിപ്പോ കൊടുക്കുന്നത്. ഇത് ഈ അടയാളപ്പെടുത്തേക്കന്തി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് കൊടുക്കണതിന് പകരം നിങ്ങൾക്ക് താഴേക്ക് ഇറക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇനി അത് കഴിഞ്ഞ് ഇവിടുന്ന് ഞമ്മള് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ല, അതിന് പകരം 1 ഇഞ്ചോ 3/4 ഇഞ്ചോ എന്ന രീതിയിൽ ഈ കൊടുത്തേക്കണ ഡിസൈൻ നമ്മൾ നെക്ക് എങ്ങനെയാണോ അടയാളപ്പെടുത്തിയേക്കുന്നത് ആ അടയാളപ്പെടുത്തിയ പോലെ തന്നെ നമുക്കിനി ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. ഇനി ഞാൻ ബാക്ക് നെക്കും ഇതേപോലെ തന്നെ. ബാക്ക് നെക്ക് ഞാൻ കൊടുക്കുന്നത് സ്ക്വയർ ആണ്. ഇവിടെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. നെക്ക് എടുത്ത് 2.6 അടയാളപ്പെടുത്തി. നെക്കിന്റെ ഇറക്കം ബാക്ക് നെക്ക് ലെങ്ത് ഞാൻ കൊടുക്കുന്നത് എത്രയാണ്? 4.5 ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4.5 അടയാളപ്പെടുത്തി. 1/2 ഇഞ്ച് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ചും അടയാളപ്പെടുത്തി. ഇങ്ങനെ കൂട്ടി വരച്ചു. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ചു. കണ്ടില്ലേ? അത് കഴിഞ്ഞ് ഇവിടുന്ന് 1 ഇഞ്ചോ 3/4 ഇഞ്ചോ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും നമ്മൾ അളവ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. ബാക്കിൽ സ്ക്വയർ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ ഇതില് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി. ഇതെന്തായി? ഇതിപ്പോ ബാക്ക് നെക്കായി, ഇതിപ്പോ ഫ്രണ്ട് നെക്കായി. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോ നമ്മൾ രണ്ടാമത് വരച്ചേക്കണ വരയില്ലേ, ആ വരയിൽ കൂടി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മുടെ 1/2 ഇഞ്ചാണ്. ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. അത് വിട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് സെന്റർ എവിടെയാന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയാണ് ആ 1/2 ഇഞ്ച് അവിടെ ഇങ്ങനെ ബാലൻസ് പോലെ ഇങ്ങനെ നിർത്തിയേക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് നെക്ക് കിട്ടാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ ഈ 1/2 ഇഞ്ച് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മുടെ ബാക്ക് കിട്ടി. ഇത് നമ്മുടെ ബാക്ക് നെക്കായിട്ട് സ്ക്വയർ ഞാൻ എടുക്കാണ്. ഇത് ഫ്രണ്ട് നെക്കായിട്ടും. എന്നിട്ട് അടുത്തത് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തതിന്റെ പോലെ തന്നെ നമ്മൾ ബാലൻസ് ഉള്ള തുണി, ലൈനിങ് തുണിന്ന് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു പീസും കൂടി എടുത്തു. നമുക്കിതൊന്നെങ്കിൽ അയൺ ചെയ്ത് നമുക്ക് ഈ ലൈനിങ് തുണിയിലേക്ക് ഇത് ഫിക്സ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്താലും മതി. അങ്ങനെ ഞാൻ ഇത് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് മാത്രം ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ നെക്കിന്റെ ഡിസൈനിൽ തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. സെന്റർ ഇതാണെന്ന് അറിയാൻ വേണ്ടി നോച്ചിട്ട് കൊടുത്തു. ഞാനിപ്പോ ലൈനിങ് തുണിയും നല്ല തുണിയും വെച്ച് അരികത്തോടു കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അരികത്തോടു കൂടി അങ്ങനെ ഫ്രണ്ടും ചെയ്തു. അതുപോലെ തന്നെ ബാക്ക് ഭാഗവും ഇതേപോലെ തന്നെ
ഞാൻ അരികത്തോടു കൂടി സ്റ്റിച്ച് ചെയ്തു. സ്ലീവും ഞാൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ആദ്യം ചെയ്യാൻ പോകുന്ന വെച്ചാല് ഫ്രണ്ട് പാർട്ടിലെ ഈ ആം ഹോളിന്റെ അവിടെയുള്ള ഡാട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ട് പാർട്ടില് ഇവിടെ സെന്ററിൽ ഞാൻ ഡാട്ട് കൊടുക്കുന്നില്ല, ആകെ കൂടി ആം ഹോളിന്റെ അവിടെ മാത്രമാണ് കൊടുക്കുന്നത്. അത് ഞാൻ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി ഇവിടെയാണല്ലോ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ സെന്റർ വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ട് പിടിക്കുക. കണ്ടില്ലേ, ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റം ഇപ്പോഴും കറക്റ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്, ഒപ്പത്തിനൊപ്പം വേണം ഇരിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ നേരെ ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ആ അറ്റം എപ്പോഴും കറക്റ്റ് ആയിട്ട് ഇരിക്കണം. എന്നിട്ട് ഇവിടെയാണല്ലോ പോയിന്റ് വരുന്നത്. അപ്പൊ ലൈനിങ് തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം, ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ എന്താ പറയാ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുക. അപ്പൊ ലൈനിങ് തുണിയും നല്ല തുണിയും ഒപ്പത്തിനൊപ്പം നിൽക്കും. എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ലേ, വരച്ചേക്കണ്ടില്ലേ, ഈ വരയുമ്പോ കോഡ് ഇങ്ങനെ ചെരിച്ച് ഈ പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കണം, അവിടെ നിർത്തരുത്, പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. പുറത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. എന്നിട്ട് നീട്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. വേണമെങ്കിൽ ഒന്നും കൂടി അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, കണ്ടോ, ഇപ്പൊ കാട്ടിത്തരാം. കണ്ടാ, ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു രീതിയിൽ തന്നെ ഇപ്പുറത്തെ സൈഡും രണ്ട് ആം ഹോളിന്റെ അവിടെ ഫ്രണ്ട് ഭാഗത്തുണ്ടല്ലോ പോലത്തെ ഇപ്പുറത്തെ സൈഡും നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടില്ല, അങ്ങനെ ഫ്രണ്ടില് രണ്ട് ഭാഗത്തും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിങ്ങനെ ഡിസൈൻ ഉള്ളതായതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് അറിയണില്ല. അത് ഇവിടെ ഇങ്ങനെയും വരും, ഇവിടെ ഇങ്ങനെയും വരും. കണ്ടില്ലേ, പറഞ്ഞല്ലേ ഫ്രണ്ടില് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അടിക്കാം. ഞാനിപ്പോ ഫ്രണ്ടില് ഞാൻ ഈ ആം ഹോളിന്റെ അവിടെ മാത്രം കൊടുക്കുന്നുള്ളൂ. ബാക്ക് ഭാഗത്താണ് ഞാൻ സെന്ററില് ഡാട്ട് അടിക്കുന്നത്. അതെങ്ങനെയാന്ന് കാട്ടിത്തരാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. ബാക്ക് പാർട്ടാണ്, ബാക്ക് പാർട്ടിൽ സെന്ററിൽ ഞാൻ കൊടുത്തേക്കണ കണ്ടില്ലേ, അത് ഇതേപോലെ തന്നെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പുറത്ത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കാം. നല്ല വൃത്തിയിൽ നമുക്ക് രണ്ട് സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല വശം എടുക്കുക. നല്ല വശത്ത് ഇതാണ് നമ്മുടെ സെന്റർ. ഇവിടെയാണ് സെന്റർ വരുന്നത്. ഈ നല്ല വശത്ത് വേണം നമ്മള് നെക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. കറക്റ്റ് സെന്റർ ആയിട്ട് തന്നെ ഒപ്പത്തിനൊപ്പം വെക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഓരോ പിൻ കുത്തി കൊടുക്കാം. ഞാനിപ്പോ രണ്ട് സൈഡിലും ഓരോ പിൻ കുത്തി കൊടുത്തു. അതുപോലെ തന്നെ താഴ്ഭാഗത്തും കുത്തി കൊടുക്കാണ്. പേപ്പർ ക്യാൻവാസ് ഇല്ല, അതൊന്നും കൊള്ളാണ്ട് ഈ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും പതുക്കെ വേണം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ നെക്ക് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ചെരിച്ച് ഈ പേപ്പർ ഷീറ്റിൽ കൊള്ളാത്ത രീതിയിൽ നമുക്കിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ഈ അരിക് നമ്മള് ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, അത് വിട്ടുപോയി. നമുക്ക് അത് ആദ്യം ചെയ്യാം. ഇതാണ് സെന്റർ. ഇതിന്റെയും സെന്റർ നല്ല തുണിയുടെ നല്ല വശമാണ്. നല്ല വശത്ത് ഈ സെന്റർ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് പിൻകുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ കൊടുത്തേക്കണതിന്റെ അരികത്തോടു കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എന്നിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിത് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെയായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കാം. ഈ കോർണറിൽ എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ചുമ്പോൾ കൊള്ളാത്ത രീതിയിൽ ചേർത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ആക്കി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുക. എപ്പോഴും ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും അയൺ ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ട് വൃത്തി. നിങ്ങൾ ഒരു തവണയെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണതും അയൺ ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതുമുള്ള ഡിഫറൻസ് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. എല്ലാവരും ഒരു തവണയെങ്കിലും അയൺ ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് നമ്മുടെ ഈ ഭാഗില്ലേ ഇത് ഇങ്ങനെ നേരെ വരത്തക്ക രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഈ ലൈനിങ് തുണിമക്കോടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അരികെ ചേർത്ത് നമ്മൾ നല്ല തുണിമ കൊള്ളാൻ പാടില്ല. നമ്മൾ നെക്കിന് വേണ്ടി എടുത്തന്നെ ലൈനിങ് തുണിമക്കോടെ അരികത്തോടു കൂടി സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റ് ആ കോർണറിൽ നമ്മൾ കുത്തി നിർത്തിയിട്ട് പതുക്കെ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇതും ഇതേപോലെ തന്നെ ഇപ്പൊ ബാക്ക് പാർട്ടാണ്, കണ്ടില്ലേ, നല്ല വശമാണ് ബാക്ക് പാർട്ടിലെ നല്ല വശം. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ടിലെ നല്ല വശം എടുക്കാം. എന്നിട്ട് ഈ നല്ല വശവും ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. മനസ്സിലായില്ലേ? അതായത് ഇത് നല്ല വശമാണ്, ഇത് നല്ല വശമാണ്. നല്ല വശവും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. കണ്ടില്ലേ? ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 1/2 ഇഞ്ച് വിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1/2 ഇഞ്ചാണ് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. അപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പിൻ കുത്തി കൊടുക്കാണ്. ഇപ്പുറത്തും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു, ഒരു പിൻ കുത്തി കൊടുത്തു. ഇങ്ങനെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഈ 2 സ്ഥലത്തും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തു. നമുക്കിത് പതുക്കെ ഇങ്ങനെ നിവർത്താം. കണ്ടാ, പതുക്കെ ഇങ്ങനെ നിവർത്തി നോക്കുമ്പോ കണ്ടാ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കണ കണ്ടാ. എഡ്ജ് കറക്റ്റ് ആയിട്ട് നോക്കി ഒരേ ലെവലൊക്കെ തന്നെ വന്നേക്കണ കണ്ടാ. ഈ രീതിയിലാണ് കിട്ടി. ഒന്നെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഹെമ്മിങ് ചെയ്യാം. ഇത് ചുരിദാറിന്റെ ഫ്രണ്ട് വശമാണ്. അപ്പൊ നമ്മള് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. സ്ലീവിന്റെ കുഴിച്ചു വെട്ടിയേക്കണ ഭാഗത്താണ് ഞാൻ ഒരു അരമാർക്ക് എന്ന രീതിയിൽ ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്കത് ഫ്രണ്ട് ഭാഗത്ത് വരണത് ഏതാണെന്ന് നോക്കാം. ഇതാണ് കുഴിച്ചു വെട്ടിയേക്കണ ഭാഗം. നോക്കിയേ, ഇങ്ങനെ വെച്ച് നോക്കിയേ, ഇതാണ് കുഴിച്ചു വെട്ടിയേക്കണ ഭാഗം. ഇത് ഫ്രണ്ടിൽ വരണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ സെന്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ നമ്മള് നല്ല വശവും തമ്മില് സെന്റർ കറക്റ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു നോക്കാം നമ്മള് കട്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാം. ഇതിന്റെ സെന്ററുകൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വെച്ച് എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ സെന്റർ മുതൽ വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട്. സ്ലീവിന്റെ അവിടെ നമ്മൾ 1/2 ഇഞ്ച് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. നമ്മള് എല്ലാവരുടെയും 1/2 ഇഞ്ച് എന്ന രീതിയിൽ അടയാളപ്പെടുത്തി സെന്റർ തമ്മിൽ ഇങ്ങനെ കൂട്ടി വെച്ചു. എപ്പോഴും സ്ലീവ് സെന്ററിൽ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇപ്പൊ തുടക്കക്കാരെ ഇപ്പോഴും 1/2 ഇഞ്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു. നമുക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണല്ലോ. ഇവിടുന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താലും മതി. ബാക്ക് സൈഡിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വന്നേക്കുന്നത് കണ്ടില്ലേ?
ഇത് നമുക്ക് ബാക്കിൽ നമ്മൾ ടക്ക് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ്, ബാക്കിൽ ആം ഹോളിന്റെ അവിടെ നമ്മളുടെ ഡാട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് 1/2 ഇഞ്ച് വന്നത്. കാരണം നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുത്താണ് നമ്മൾ ബാക്ക് കട്ട് ചെയ്തത്. അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ ആം ഹോളിന്റെ അവിടെ അളവെടുത്ത് എങ്ങനെ കട്ട് ചെയ്യണേ എന്നുള്ളത് കാട്ടിത്തരാം. ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് തന്നെയാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് സ്പേസ് വന്നു എന്ന് വെച്ചുകൊണ്ട് കട്ട് ചെയ്തത് തെറ്റിയെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ ഇവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ ഇങ്ങനെ സൈഡ് ഇത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് സെന്ററിൽ കുത്തി നിർത്താം. നല്ല കറക്റ്റ് ആയിട്ട് വൃത്തിയിൽ നമുക്ക് കിട്ടിയേക്കണുണ്ടോ. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇനി സൈഡ് കൂട്ടാം. ഇങ്ങനെ നമ്മൾ സ്ലിറ്റിന്റെ അവിടെ നമുക്ക് 2-3 സ്റ്റിച്ച് എക്സ്ട്രാ കൂടുതൽ കൊടുക്കണം. നമുക്കിത് കട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ഈ സൈഡ് കൂട്ടുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുൻപത്തെ വീഡിയോ, അത് A-line വീഡിയോ ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് അതിന്റെ സൈഡ് കൂട്ടുന്നത് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ക്ലിയർ ആവും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ എന്ന രീതിയിൽ കാട്ടിത്തരാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മള് സ്ലിറ്റ് വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് താഴേക്ക് നമ്മള് 1 ഇഞ്ചാണല്ലോ നമ്മള് ഇവിടെ മടക്കിയടിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്നത്. അത് ആദ്യം ഒരു മടക്കും, അത് കഴിഞ്ഞിട്ട് അടുത്ത മടക്ക് അല്ലെ, അങ്ങനെയാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി 1 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചു. വേണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാൻ വേണ്ടി 1 ഇഞ്ച് അടയാളപ്പെടുത്തി. അടിഭാഗത്ത് നിന്നാണ് മടക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടത് കാട്ടിത്തരാം. കണ്ട 1 ഇഞ്ച്. അപ്പൊ ആദ്യം നമ്മൾ ഒരു മടക്ക് മടക്കി, അത് കഴിഞ്ഞിട്ട് അടുത്ത മടക്ക് മടക്കി. കണ്ടി താഴേന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളിത് ഇവിടെയാണ് നമ്മളുടെ സ്റ്റിച്ച് വന്ന് അവസാനിക്കുന്നത്. നമ്മൾ എവിടത്തോളം വരെയാണോ നമ്മൾ സ്റ്റിച്ച് മേലേന്ന് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അവിടത്തോളം വരെ ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇവിടുന്ന് ഇങ്ങനെ വെക്കുക, കാണിക്കട്ടെ. ഇവിടെയാണല്ലോ സ്റ്റിച്ച് അവസാനിക്കുന്നത്. അവിടുന്ന് 2 പോയിന്റ് മേലേക്ക് സ്റ്റിച്ച് കുത്തി നിർത്താം. മേലേക്ക് കുത്തി നിർത്തി പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പുറത്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ മടക്ക. കണ്ടില്ലേ? മടക്കിയിട്ട് ഇനി നേരെ ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കുത്തി നിർത്താം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. നമുക്ക് ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണ കണ്ടില്ലേ? അതുപോലെ ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ താഴേന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാണ്. ആദ്യം ഒരു മടക്ക് മടക്കി, അത് കഴിഞ്ഞ് രണ്ടാമതൊരു മടക്ക് മടക്കി. അങ്ങനെ നമ്മള് 2 സൈഡും നമ്മള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാ? 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അടിവശം സ്റ്റിച്ച് ചെയ്യണം. അടിവശം നമ്മൾ ടേബിളിൽ നിവർത്തി ഇട്ടിട്ട് അടിവശം കറക്റ്റ് ആണോ ഒപ്പത്തിനൊപ്പാണോ എന്ന് ജസ്റ്റ് ഒന്ന് ടേബിളിൽ നിവർത്തിയിട്ട് നോക്കാം. എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം.
നമുക്ക് അടിവശം സ്റ്റിച്ച് ചെയ്യാം. അടിവശം നമ്മൾ 1 ഇഞ്ച് തന്നെയാണ് മടക്കി അടിക്കാൻ വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത്. അത് നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കാം. നെക്കിന്റെ അവിടെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഓരോ സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പൊ ഹെമ്മിങ് ചെയ്യാൻ ഇപ്പൊ ഇതിൽ നേരില്ലാത്തത് കൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഹെമ്മിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. നമുക്ക് ഇതിന്റെ അടിവശം കൂടിയും ഓരോ സ്റ്റിച്ച് കൊടുക്കാം. അടിയിൽ ഓരോ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ വല്ല ചുളിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കാണിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.